നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന സിസ്റ്റർ മറിയ വർഗീസ് ഫ്രം വിർജീനിയൻ സിസ്റ്റർ. ആ പ്രിയപ്പെട്ട സഹോദരിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസുകളോട് എപ്പോഴും വാസവും പ്രാർത്ഥനയും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി കർത്താവിൻ സാക്ഷി നമ്മളോട് പ്രൈസുകളോട് അനുഭവത്തിൽ കൂടെയും നമ്മളോട് ഷെയർ ചെയ്യുന്നതാണ്. ദൈവമായ കർത്താവ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സാക്ഷി എല്ലാവരും മറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് സിസ്റ്റർ അതുകൂടെ ആഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പുതിയ ആൾക്കാർ അനേകരുണ്ട്. അവർക്ക് കേട്ടാൽ വളരെ അനുഗ്രഹമായിരിക്കും. ദൈവമായ കർത്താവ് സഹായിക്കുമാറാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതെന്തൊരു കോയിൻസിഡന്റ് ആണെന്നറിയത്തില്ല. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന എൻ്റെ കുറിവാചകം ജെരമ്യ 4:19 ഇപ്പോൾ 21 ദിവസത്തിന്റെ ഫാസ്റ്റിംഗ് പറഞ്ഞല്ലോ. ഞാൻ ഫാസ്റ്റിംഗ് എടുക്കാൻ തുടങ്ങിയതിന് മുമ്പേ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു ദൈവദാസനെ എൻ്റെ വീട്ടിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഇപ്പം പാസ്റ്റർ പറഞ്ഞോണ്ട് ഞാൻ ആദ്യമായിട്ട് അങ്ങ് പറയിച്ച കഴിഞ്ഞിട്ട് പറയാനിരുന്നെങ്കിലും ജെരമ്യ 4:19 ഇങ്ങനെ പറയുന്നു, അയ്യോ എൻ്റെ ഉദരം എനിക്ക് നോവ് കിട്ടിയിരിക്കുന്നു, അയ്യോ എൻ്റെ ഹൃദയഭിത്തികൾ എൻ്റെ നെഞ്ചടിക്കുന്നു, എനിക്ക് മിണ്ടാതിരുന്നുകൂടാ, എൻ്റെ ഉള്ളം ആഹ്ളനാദവും യുദ്ധത്തിന്റെ ആർപ്പുവിളിയും കേട്ടിരിക്കുന്നു. അത് മെയ് 2 ഞാൻ ഇന്ന് രാവിലെ പാസ്റ്റർ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു മഴ എങ്ങനെയാ സാക്ഷ്യം ഒരു യാക്കോബായിലോട്ടിൽ നിന്നൊക്കെ വന്നിട്ട് അധികം ഇങ്ങനെ പറഞ്ഞു പിടിപ്പിക്കാൻ അറിയാൻ മേല. ദൈവം തന്ന വിടുതൽ എനിക്ക് സ്വതമേ സ്തോത്രം പറയാൻ അറിയാമെങ്കിലും അങ്ങനെ ഭജനം പറഞ്ഞു പിടിപ്പിക്കാൻ അറിയാൻ മേലെങ്കിലും ഫസ്റ്റ് പറഞ്ഞപ്പോൾ എന്റെ ഭയങ്കരമായ ഒരു വലിയൊരു വാക്യമാണ് ജെരമ്യ 33:3. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരമരുളും, അഗോചരമായ കാര്യങ്ങളെ കേൾപ്പിക്കും. പാസ്റ്റർ ഇന്ന് രാവിലെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മുട്ടുകുത്തി, ആ പറഞ്ഞ വഴിയെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ എന്ത് പറയണമെന്ന് എൻ്റെ കർത്താവ് എനിക്ക് ആലോചന പറഞ്ഞു തരുന്ന വലിയ ദൈവം എനിക്ക് തരണമേ. അത് സാക്ഷ്യം പറയാൻ പറഞ്ഞിരിക്കുന്നതിനാൽ ആ രീതിയിൽ പറയുവാൻ ദൈവം എനിക്ക് തരണമേ എന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച. മുട്ടുകുത്തി നിന്നിടത്ത് നിന്ന് തന്നെ ബൈബിള് തുറന്നപ്പോൾ എനിക്ക് ഈ പുസ്തകത്തിന്റെ ഇതിൽ കിട്ടിയ വാക്യമാണ് ജെരമ്യ 4:19. അതിന്റെ പേരിൽ എഴുതിയിരിക്കുന്നു ജോസഫ് മാത്യു പാസ്റ്റർ May 2, 2019. ഞാൻ May 2, 2019 എന്ന് അങ്ങനെ ഇതിപ്പോ അതിന്റെ മണ്ടയ്ക്ക് ക്രോസ് ചെയ്തിട്ടിരിക്കുന്ന 21 days ഫാസ്റ്റിംഗ്. അപ്പോൾ ഇത് വാട്ട് എ കോയിൻസിഡൻസ്. ഇന്ന് ജോസഫ് പാസ്റ്റർ വിളിച്ചു, അതോടെ തന്നെ ഈ വാക്യവും കിട്ടിയപ്പോൾ ഞാൻ ഇത് അപ്പൊ ദൈവം പറയാനുള്ളതാണല്ലോ എന്ന്. അതിന് മുമ്പായിട്ട് എൻ്റെ സാക്ഷ്യമായിട്ട് പാട്ടിന് എനിക്ക് രീതിയില്ല എങ്കിലും അതിന്റെ അർത്ഥം നിങ്ങൾ ഓർത്ത് കൊണ്ട് എന്നിൽ കൂടെ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. യാഗപീഠത്തിന്റെ തീ കത്തിക്കൊണ്ടിരിക്കട്ടെ. ലേവ്യ പുസ്തകത്തിന്റെ 6:13 പറയുന്ന പോലെ യാഗപീഠത്തിന്റെ തീ കത്തിക്കൊണ്ടിരുന്നാൽ ചിലതൊക്കെ ദൈവം നമ്മോട് സംസാരിക്കാനുണ്ട്. ദൈവമായ കർത്താവെ, ദൈവത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, മുഴുവനായിട്ട് ബിഷപ്പിന്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവ് മെടഞ്ഞെടുത്ത് പറയേണ്ടത് പറയുവാൻ നാവിനെ അഭിഷേകം ചെയ്യുമാറാകണമേ. ദൈവനാമം മഹത്വപ്പെടുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ പ്രയർ ലൈനിലെ ഏറ്റവും കാര്യം. കർത്താവെ, കേൾക്കുന്നവരും പറയുന്നവരും ഒക്കെ ഒന്നുമില്ല, കേൾക്കാതെ ഹൃദയത്തിലും കർത്താവ് പരിവർത്തിക്കണമേ എന്ന് താഴ്മയായിട്ട് അപേക്ഷിച്ചുകൊണ്ട് സാക്ഷ്യത്തിലേക്ക് കിടക്കുന്നില്ല. 2 ഈരടികളുണ്ട്. സാക്ഷ്യത്തോടനുബന്ധിച്ചുള്ള പാട്ടായതിനാൽ അത് പാടുന്നു. മക്കളെ, നല്ല രീതിയില്ലെങ്കിലും പറയുന്നതിനൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറവുകളുണ്ടെങ്കിൽ നമ്മൾ സഹോദര സ്നേഹങ്ങളുള്ളതിനാൽ എന്നോട് ക്ഷമിക്കുകയും എന്റെ കുറവ് തീർക്കുകയും ചെയ്തു തരണമേ എന്ന് ഞാൻ താഴ്മയായിട്ട് ആദ്യം തന്നെ അപേക്ഷിക്കുന്നു. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിടെന്തു നീ കണ്ടേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലാതെ കൃപയൊന്നു മാത്രം യേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലാതെ കൃപയൊന്നു മാത്രം യേശുവേ. അങ്ങേ സേവിക്കുവാൻ, അങ്ങേ വാഞ്ചിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. വേറൊരു പാട്ടിൽ ഇങ്ങനെ പാടുന്നല്ലോ,
ഇത്ര മഹത്വമുള്ള പദവിയെ പുഴുക്ക കരുളാൻ പാത്രത ഏതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമാഹോ. സ്വതം കർത്താവേ, യെരമ്യാ 4:13 പറഞ്ഞിരിക്കുന്ന പ്രകാരം ഫാസ്റ്റിംഗ് ആൻഡ് പ്രയറിനെ കുറിച്ച് പറയുവാനും വിശ്വാസത്തെ കുറിച്ച് പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അത് പറയുവാനിരിക്കുമ്പോൾ ഇപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞതിന് തൊട്ട് മുന്നിൽ ഒരു സിസ്റ്റർ പറയുവാനിടയായി 118 സങ്കീർത്തനത്തിൽ നിന്ന് പറഞ്ഞത്. അതെനിക്കൊരു ബോണസ് വാക്യം പോലെ ഞാൻ ഓർക്കുന്നു. അതിന്റെ ജീവിതത്തിലെ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചല്ല, പക്ഷെ ഈ സിസ്റ്റർ ഇത് പറഞ്ഞു കേട്ടപ്പോൾ ഞാനത് അയ്യോ, അത് എനിക്കൊരു ബോണസായിട്ട് ദൈവം തന്നത്. മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ ഞാനൊന്ന് വർണ്ണിക്കാതെ കൊണ്ട് ഞാൻ പറയാനിരുന്ന സാക്ഷ്യം പറയണ്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ആ സിസ്റ്റർ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നിയതിനാൽ ആ ഒരു വർഷം പറഞ്ഞിട്ട് ഞാൻ ഫാസ്റ്റിങ്ങിന്റെ കാര്യം പറയാം. 2-3 വർഷം മുമ്പ് എൻ്റെ ഒരു ബ്രസ്റ്റിന് വേദന വന്നിട്ട് ഡോക്ടറിനെ കാണുവാൻ പോയി. മാമോഗ്രാം എടുക്കണമെന്ന് പറഞ്ഞു. അവരാദ്യം ചെയ്തപ്പോൾ ഒരു 6 to 8 ഇഞ്ച് ലെങ്തിൽ എനിക്ക് അതിനൊരു ട്യൂമർ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അത് കൺഫേം ചെയ്യാൻ CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. CT സ്കാൻ ചെയ്തപ്പോഴും അത് തന്നെ സെയിം റിപ്പോർട്ട് വന്നു. ഇവിടെ വന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ അത് സാധാരണ ഞാൻ തന്നെ പോയത് അപ്പോയിൻമെന്റിന് തിരിച്ചു വന്നപ്പോൾ ഈ റിപ്പോർട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് നേരെ ജോലിയിൽ നിന്ന് നേരെ ഇത് കേട്ടതേത് അവിടുന്ന് നേരെ വീട്ടിലോട്ട് പോകുന്നു. സാധാരണ ചിക്കൻ കറിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ വരുമ്പോഴേ ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തിന്നുന്ന ആളാണ്. പുള്ളി അത് നോക്കാതെ കൊണ്ട് നേരെ എൻ്റെ അരികിലൊന്ന് വന്ന് ഒന്നും മിണ്ടാതെ ശാന്തവാനായിട്ടിരുന്നു. ഞാൻ പറഞ്ഞു ചിക്കൻ ടേസ്റ്റ് ചെയ്യണ്ടേന്ന് ചോദിച്ചു. ഞാൻ ചിലപ്പം കളിയാക്കാറുണ്ട്, പൂച്ച ഇങ്ങനെ കയറിയിട്ട് കളിയാക്കി പറയാറുണ്ട്. അപ്പം അന്ന് ശാന്തമായിട്ടൊന്നും ചിരിക്കുന്നുമില്ല. എൻ്റെ അടുത്ത് ശാന്തമായിട്ട് വന്നിരുന്നു. ഈ റിപ്പോർട്ട് വിഷമിച്ചങ്ങ് ഇരിക്കുക. ചിക്കൻ്റെ ടേസ്റ്റ് നോക്കുന്നത്, ചോറ് കൊടുക്കാൻ പോയിട്ട് ആഹാരം കഴിക്കുന്നുമില്ല, ഒന്നുമില്ല. ഇല്ല ഞാൻ ഇന്ന് ഫാസ്റ്റിംഗ് ആണ് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഫാസ്റ്റിംഗ് ഇപ്പം രാവിലെ ജോലിക്ക് പോയപ്പോൾ ഓട്സ് കഴിച്ചില്ല, എങ്ങനെയാ നീ ഫാസ്റ്റിംഗ് എടുക്കുന്നത്? രാവിലെ കഴിച്ചില്ല, അത് ആരെങ്കിലും ഒരു നേരം അങ്ങനെ അറിയാൻ പറ്റാതെ ഇന്ന് ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നത്. നാളെ ഒരു പ്രാവശ്യം കൂടെ മാമോഗ്രാം ചെയ്ത് നോക്ക്, അതിൻ്റെ റിപ്പോർട്ട് വരുന്നിടം വരെയും ഞാൻ ഫാസ്റ്റിങ്ങിലാന്ന് പറഞ്ഞു. ഓൾ നൈറ്റ് ഞാൻ എൻ്റെ അരികിൽ വന്ന് എവറി ഹാഫ് ആൻ അവർ എൻ്റെ അരികിൽ വന്ന് ഞാൻ ഉറങ്ങുന്നുണ്ട്, പുള്ളി തന്നെ ഫാസ്റ്റിംഗ് എടുക്കുക. ആ സമയത്ത് നിങ്ങൾ ഫാസ്റ്റിംഗ് എടുത്ത് ഒന്നിച്ച് എടുക്കുന്ന ആൾ എന്നോട് പറഞ്ഞു ഞാൻ തന്നെ ഇന്ന് എടുക്കും. ഞാൻ ചെല്ലുമ്പോൾ എല്ലാം എന്നെ ഓടിച്ചു വിടും. എന്നോട് പറയില്ല പോയി കിടന്നോ ഇരുന്നോ, ഞാൻ ഇന്നെന്ന് വെച്ച് നേരം തന്നെ ഇരുന്നു പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചു വിടുന്നത് അതുകൊണ്ടായിരുന്നു. പിന്നെ എവരി ഹാഫ് ആൻ അവർ രാത്രി മിഡ് നൈറ്റിലൊക്കെ 2-നും 3-ന് ഇങ്ങനെ 4 മണിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ പതുക്കെ തൊടുന്ന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ പ്രിപ്പൻറ്റ് ചെയ്ത് അറിയത്തില്ലാത്ത ഭാഗത്തിൽ എനിക്ക് കിടക്കുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് പതുക്കെ പ്രാർത്ഥിക്കുക, ദൈവമേ നല്ലൊരു റിപ്പോർട്ട് തരണമേ എന്ന് വളരെ വേദന. എനിക്ക് പ്രയാസമില്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കുന്ന കേട്ടത് എനിക്ക് പ്രയാസമായി. ദൈവമേ ഇങ്ങനെ ഇത്രയും പ്രയാസപ്പെടുന്നത് എന്തിനാ? രാവിലെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞത് എന്തിനാ ഇത്രയും പ്രയാസപ്പെടുന്നത്? ദൈവം അറിയാതെ ഒന്നും വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. ദൈവം എല്ലാം അറിഞ്ഞേ വരികയുള്ളൂ, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കത്തുള്ളൂ. പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു. 2 മണിയായപ്പോഴത്തേക്കിന് അന്ന് അവധി എടുത്തു. പിറ്റേ ദിവസം എക്സ്റേ എടുക്കാൻ ഇതെടുക്കാൻ മാമോഗ്രാം എടുക്കാൻ എൻ്റെ കൂടെ ഡ്രൈവ് ചെയ്ത് വന്ന് മാമോഗ്രാമിന് വന്നു. ആദ്യത്തെ പ്രാവശ്യം ആ തലേദിവസം മാമോഗ്രാം ചെയ്ത് ആ CT സ്കാനിന്റെയും ഇതിന്റെയും റിപ്പോർട്ട് പറഞ്ഞപ്പോൾ ഒരു ഹിന്ദു സ്ത്രീയായിരുന്നു അവിടെ ഈ റേഡിയേഷന്റെ ടെക്നീഷ്യൻ നിന്നത്. ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ ഇതിനകത്ത് ഒരു കുഴപ്പവുമില്ല. അതാ അവർ CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അതും വന്നപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത് കുഴപ്പമുണ്ട്, ബി സീരിയസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സീരിയസും എനിക്കങ്ങോട്ട് വരുന്നില്ല. അവർ പറഞ്ഞു ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് ബയോപ്സി നാളെ വന്ന് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സിയും കൂടെ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് വിഷമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഞാൻ അവരോട് ഒരു വാക്ക് പറഞ്ഞു. ഒരു ഹിന്ദു സ്ത്രീയാ, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നിന്നുള്ള ആന്ധ്രയിൽ നിന്ന് അവിടെ നിന്നങ്ങാണ്ട് വന്ന ഒരു സിസ്റ്റർ. പുള്ളിക്കാരത്തിൽ ഞാൻ പറഞ്ഞു എൻ്റെ നാളെ CT സ്കാൻ ചെയ്താലും എന്നാ ചെയ്താലും ഒന്നുമില്ലാതെ കാണുമെന്ന് എൻ്റെ ഒരു വിശ്വാസം.
ഞാൻ വിളിക്കുന്ന ദൈവം എനിക്ക് അങ്ങനെ ഒരു ദൃഢനിശ്ചയം തരുന്നു എന്ന് അവരോട് ഞാൻ പറഞ്ഞു. അവരങ്ങ് ചിരിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, ഓ ലെറ്റ് സീ ദെൻ ടുമോറോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എന്നോട് ഇത് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിറ്റേ ദിവസം കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു വാക്യമാണ് ജെറമ്യ 33:3. എന്ത് വന്നാലും ഈ നമ്മൾ പോലീസുകാരെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് 911 വിളിക്കുന്നത് പോലെ എൻ്റെ ഒരു എമർജൻസി ലൈനാണ് ജെറമ്യ 33:3. ഞാൻ മുഴങ്കാൽ മടക്കിക്കൊണ്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ എനിക്ക് വലിയ പ്രയാസമില്ല. ഞാൻ രണ്ടാമത്തെ സീറ്റ് ഇത് ചെയ്യാനായിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് എനിക്കും പ്രയാസമായി. ദൈവമേ, ഞാൻ ആ സ്ത്രീയോട്, ഒരു ഹിന്ദുവായ സ്ത്രീയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് വന്നെങ്കിൽ ഞാൻ പിന്നെ മാമോഗ്രാം എടുക്കുമ്പോൾ വീണ്ടും അത് പോസിറ്റീവ് വന്നാൽ ആ സ്ത്രീ എൻ്റെ യേശുവിനെ കുറിച്ച് സത്യം വിശ്വസിക്കത്തില്ലല്ലോ. എൻ്റെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ എനിക്ക് ഇഞ്ച് കൂടുതലോ ട്യൂമറുള്ളതല്ല എൻ്റെ പ്രശ്നം. അവരുടെ മുന്നിൽ അത് ഒന്നുമില്ല എന്നൊന്ന് കേൾപ്പിക്കാൻ ദൈവത്തിന് ഹിതം തോന്നണമേ. അഗോചരമായ കാര്യങ്ങളെ കേൾപ്പിക്കുന്ന ദൈവം കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ചെന്ന് ദൈവമക്കളെ നടന്ന സംഭവം വാസ്തവമായും ദൈവനാമ മഹത്വത്തിനായിട്ട് ഞാൻ പറയട്ടെ. ഇന്ന് ഈ സിസ്റ്റർ ഇത് വായിച്ചത് കൊണ്ട് എനിക്ക് ആ ഭാഗം പറയാൻ ഞാൻ ഓർത്തതല്ല. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്നു യഹോവയുടെ പ്രവൃത്തിയെ പറഞ്ഞപ്പോൾ അത് പറയാതെ എൻ്റെ മുന്നോട്ട് ഞാൻ പറയാണ്ടിരുന്ന സാക്ഷ്യം പറയണ്ടല്ലോ എന്നെനിക്ക് തോന്നി. ദൈവമക്കളെ, ഞാൻ പോയി മാമോഗ്രാം ചെയ്യുവാൻ അവർ വിളിച്ചു. അപ്പോൾ അതിനകത്തൊന്നുമില്ല എന്ന് കണ്ടെന്ന ആ ടെക്നീഷ്യൻ മറ്റേ റേഡിയോളജിനെ കാണിച്ചിട്ട് റിസൾട്ട് വന്നപ്പോൾ ഒന്നുമില്ല. എങ്കിലും ഒന്നുകൂടെ CT സ്കാൻ എടുക്കണമെന്നാണ്. അപ്പോൾ നത്തിങ്, അബ്സലൂട്ട്ലി സീറോ. വേർ ഇറ്റ് ഗോൺ. ഞാൻ ഈ സ്ത്രീ ഇവര് എൻ്റെ പിന്നെയും പിറ്റേ ദിവസം ചെന്നപ്പോഴും മാമോഗ്രാം എടുക്കുന്ന ഈ സ്ത്രീയാ. ആ സ്ത്രീ പറഞ്ഞു, വിൽ സീ. ഞാൻ പറഞ്ഞു, ഐ എം ചലഞ്ചിങ് യു. മൈ ഗോഡ് ഈസ് ഓസം ഗോഡ്. ഇഫ് യു ബിലീവ് ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ്, can you believe Jesus Christ? Of course I will believe. It is not going to happen എന്ന് അവരെന്നോട് പറഞ്ഞു. മക്കളെ, എനിക്കൊന്നുമില്ല എന്ന് കേട്ടപ്പോൾ ഞാൻ ആ സ്ത്രീയോട്, റേഡിയോളജിസ്റ്റ് പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ആ ടെക്നീഷ്യനെ ഒന്നുകൂടെ കാണണം. അവരുടെ പേര് ഞാൻ മറന്നുപോയി. എനിക്ക് ആ ടെക്നീഷ്യനിന്റെ ഇതെടുത്ത ആളെ ഒന്ന് കാണണം എന്ന്. ആ പെണ്ണ് ഒരു സ്ത്രീ ആയിരുന്നു. അവരോട് കാണണം എന്ന് പോയി കണ്ടോളാൻ പറഞ്ഞു. അവർ വീണ്ടും എനിക്ക് ആ ഡോർ ഓപ്പൺ ചെയ്ത് ഞാൻ അകത്ത് ചെന്ന് ആ സ്ത്രീയോട് പറഞ്ഞു, എൻ്റെ റിപ്പോർട്ട് ഒന്നുമില്ല എന്ന് വന്നെങ്കിൽ അതെന്റെ മിടുക്കിന്റെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടല്ല തന്നത്. ദൈവം നാമം, ഈ ക്രിസ്ത്യാനികളുടെ ദൈവത്തിന് ഒരു ശക്തി ഉണ്ടെന്ന് കാണിക്കാനാ. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഐ റിയലി ബിലീവ് ദാറ്റ് എന്നിങ്ങനെ പറഞ്ഞു അവിടുന്ന് വന്നു. ആ സാക്ഷ്യം അങ്ങനെ പറയുന്നു. ഞാൻ രണ്ടാമതായിട്ട് ഞാൻ ആ 21 ദിവസം ഫാസ്റ്റ് എടുക്കുന്ന വിചാരിച്ചിരുന്നപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ അതിന്റെ തലേ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. അത് April 21 സൺഡേ പള്ളിയിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടിട്ട് പറഞ്ഞു, നിന്റെ മാനസാന്തരത്തിനായിട്ട് നീ പ്രാർത്ഥിപ്പീൻ, ദേശത്തിന് വേണ്ടി നീ പ്രാർത്ഥിപ്പീൻ. ആ ഒരു വാക്കിന്റെ പേരിൽ ഞാൻ മൺഡേ രാവിലെ ഇവിടെ ഇരുന്നു. എനിക്ക് ബുധനും വെള്ളിയും ജോലിയുണ്ട്. പക്ഷെ മൺഡേ ഞാൻ ഓർത്ത് 21 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് അത് പിശാച് പറയത്തില്ല 21 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാൻ. എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ മാനസാന്തരത്തിനായിട്ട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് April 22 ഞാൻ രാവിലെ മാനസാന്തരത്തിനായിട്ട് പ്രാർത്ഥിച്ചു. സെക്കൻഡ് ഡേ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് ആലോചന വന്നു. അങ്ങനെ വന്നപ്പോൾ ഹോൾ മിഡിൽ ഈസ്റ്റ്, നോർത്ത് കൊറിയ, സിറിയ, സൗദി അറേബ്യ, ഇറാൻ, ഹോൾ മിഡിൽ ഈസ്റ്റ്, ഇസ്രയേൽ, കാമറോൺ, നൈജീരിയ, ശ്രീലങ്ക ആൻഡ് ഇന്ത്യ, അങ്ങനെ പല സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് ഉത്തേജനവും ബൈബിളിന്റെ വാക്യം കൂടെ തന്നാണ് എനിക്ക് ആ ഞായറാഴ്ച തോന്നിയത്. എന്റെ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവിൻ. കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവവും ഉള്ളവനല്ലോ എന്ന് വരാനിരിക്കുന്ന അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുമെന്ന് ജോയൽ പ്രവാചകത്തിൽ 2:12 പറയുന്നു. അതുപോലെ തന്നെ ക്രോണിക്കിൾസ് ഇങ്ങനെ ഒരു വാക്യം കൂടെ തന്ന അതിൽ പ്രകാരമാണ് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനമെടുത്തത്. ആ ക്രോണിക്കിൾ എല്ലാവർക്കും പരിചയമുള്ള 2 ക്രോണിക്കിൾ 7:14, 13, 14. അത് മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശത്തെ അടയ്ക്കുമോ, ദേശത്ത് നിന്ന് മുടിക്കേണ്ടതിന് വെട്ടിക്കിളികളെ കൽപ്പിക്കുകയോ, എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എന്റെ ജനം
തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർഭാരങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തു നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഈ സ്ഥലത്ത് കഴിച്ച പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുന്നു, എന്റെ ചെവി ശ്രദ്ധിച്ചുമിരിക്കുകയും ചെയ്യുന്നു എന്ന് ആ തിരുവചനത്തിന്റെ 2 അടിസ്ഥാനത്തിലാണ് ആ ഫാസ്റ്റിംഗ് എടുത്തത്. ദൈവമക്കളെ, ഞാൻ ദൈവനാമ മഹത്വത്തിനായിട്ട് പറയട്ടെ. ഈ ഫാസ്റ്റിംഗ് എടുത്തതിന്റെ കാരണം കാര്യങ്ങളും ഒന്നും എനിക്കറിയത്തില്ല. 2 കാര്യവും അറിയാവുള്ളൂ. മാനസാന്തരപ്പെടുകയും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. 1 വർഷം കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ, ഈ കഴിഞ്ഞ മെയ് 2019 ഫാസ്റ്റിംഗ് എടുത്തത്. 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഫാസ്റ്റിംഗിന്റെ ഫലം ഞാൻ അറിയുവാൻ ദൈവം ഭാഗ്യം തന്നു. ഈ മക്കളെ തെറ്റിദ്ധരിക്കരുത്. ഞാനിത് പറയുമ്പോൾ ഫാസ്റ്റിംഗ് എടുത്തിട്ട് ഏതാണ്ട് നേടി എന്നുള്ളതല്ല. ഫാസ്റ്റിംഗ് എടുത്തപ്പോൾ ദൈവം പ്രവർത്തിച്ച പ്രവൃത്തി, അത്ഭുതനാം വീരനാം മന്ത്രിയാകുന്ന പിതാവ് ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഒന്ന് വർണ്ണിക്കുവാൻ കേൾവിക്കാരുടെ മേൽ ഏതെങ്കിലും വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ സാധിക്കുന്നില്ല, അത് സാധിക്കത്തില്ല എന്ന് ഹൃദയത്തിൽ ഒരു ബോധം വരുന്നുണ്ടെങ്കിൽ, ഇല്ല സാധിക്കും എന്ന് വിളിച്ചു പറഞ്ഞ് തീ പോലെയുള്ള വചനം വാഗൊണ്ട് വെളിയിലേക്ക് വരുമ്പോൾ അത് തീ ആകുന്നു. പാറമെ തകർത്തുന്ന ചുറ്റിക പോലെയുള്ള ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞ് ഇന്നല്ല നാളെ നമ്മൾ അതിന്റെ ഫലം അനുഭവിക്കും. 1 വർഷം കഴിഞ്ഞപ്പോൾ ഫെബ്രുവരിയൊക്കെ ആയപ്പോൾ കൊറോണ വൈറസിന്റെ സംഗതി ഞങ്ങളുടെ ജോലി സ്ഥലത്ത് വരുവാനിടയായി. അപ്പോൾ മാസ്കിന്റെ ഒക്കെ ഷോർട്ടേജും പേപ്പർ ഹുഡ് ഇങ്ങനെയൊക്കെ ഉള്ള എക്യുപ്മെന്റ്സ്, PPE ഇതൊക്കെ ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ N95 എന്ന് പറഞ്ഞ മാസ്ക് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ യൂണിറ്റിൽ അധികം പേഷ്യന്റ് വന്നിട്ടില്ലെങ്കിലും ICCയിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ യൂണിറ്റിൽ 1 പേഷ്യന്റ് വന്നു. അതിനെ എനിക്കന്ന് അസൈൻ ചെയ്തു. എനിക്ക് മൈഗ്രെയിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്നാൽ 2014 ഡോക്ടർ എനിക്ക് സർട്ടിഫൈഡ് ചെയ്തിരിക്കുന്നതാണ് ഐ കനോട്ട് വിയർ N95. ഞാനൊരിക്കൽ N95 ചെയ്തിട്ട് എനിക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് വന്ന് എന്നെ അന്ന് തന്നെ ഡ്യൂട്ടിയിൽ എമർജൻസി കൊണ്ടുപോയത് കൊണ്ട് ആ ഡോക്ടർ എനിക്ക് പ്രിസ്ക്രിപ്ഷൻ തന്നിരിക്കുന്നതാണ് യു കനോട്ട് വിയർ മാസ്ക് എനിവർ. അപ്പൊ ഈ റെസ്ട്രിക്ഷൻ എന്റെ കയ്യിൽ നോട്ടിരിക്കുമ്പോൾ എനിക്ക് ഈ N95 വെച്ച് കൊറോണ വൈറസിന്റെ മുറിയിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഒറ്റ പേഷ്യന്റ് ഉള്ള അന്ന് അവിടെ ഞാൻ ചോദിച്ചു, കൻ യു സ്വിച്ച് ദ പേഷ്യന്റ് എന്ന് ഒരു മുസ്ലിം ലേഡിയെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നോ വേ ഐ ആം നോട്ട് ഗോയിങ് ടു. അവൾ നേരെ സൂപ്പർവൈസറിനെ വിളിച്ചു. സൂപ്പർവൈസർ ഞങ്ങളുടെ മാനേജറിനെ വിളിച്ചു. മാനേജർ ഞങ്ങളുടെ യൂണിറ്റ് വന്നിട്ട് പറഞ്ഞു, വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ എന്ന് പറഞ്ഞപ്പോൾ അവള്, വൈ യു ഡോണ്ട് വാണ്ട് ടു ഗോ? ഐ ഡോണ്ട് മൈൻഡ് ടു ഗോ, ബട്ട് ഐ ക്യാൻ ഗോ വിത്ത് എ സിമ്പിൾ മാസ്ക് ഇൻ ദ പേഷ്യന്റ് റൂം, ബട്ട് ഐ കനോട്ട് വിയർ N95. വൈ? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്ക് എല്ലാ കൊല്ലവും പ്രിസ്ക്രിപ്ഷൻ തന്നിരിക്കുന്നതാണ്. അപ്പം പറഞ്ഞു, വെറി ഡു യു ഹാവ് എ ലെറ്റർ? അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ലെറ്റർ ഓൾറെഡി എപ്പോഴും എന്തെങ്കിലും പ്രശ്നം TB പേഷ്യൻ്റ് എല്ലാം വന്നാൽ ഇത് കാണിക്കാൻ എൻ്റെ കയ്യിൽ ലെറ്റർ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതിനെ കാണിച്ചപ്പോൾ അത് പറഞ്ഞു, അക്കോർഡിംഗ് ടു ദ പ്രോട്ടോകോൾ ഇഫ് ദ ഡോക്ടേഴ്സ് റിസ്ട്രിക്ഷൻ ഇസ് ദർ യു കനോട്ട് വർക്ക്. സോ മറ്റവളോട് പറഞ്ഞു, ഇഷ യു വർക്ക് ദാറ്റ് പേഷ്യൻറ്റ്, ടേക്ക് ദാറ്റ് പേഷ്യൻറ്റ്, യു സ്വിച്ച് ദ പേഷ്യൻറ്റ് എന്ന് പറഞ്ഞു. അവള് സ്വിച്ച് ചെയ്യുമായിരുന്നു, അവള് വാഷ് ചെയ്യും. അപ്പം പിന്നെ മാനേജർ പറഞ്ഞു, സംബഡി ഹാസ് ടു ടേക്ക് കെയർ ഓഫ് ദ പേഷ്യൻറ്റ്. I will go and eat my dinner and I'll come back and I'll take care of that patient. അത് കേട്ടപ്പം പിന്നെ മറ്റവള് പറഞ്ഞു, ഓക്കെ I'll take care എന്ന് പറഞ്ഞ് അവള് പിന്നെ പേഷ്യന്റിനെ എടുത്തു. അവൾ ആ പേഷ്യന്റെ റൂമിലോട്ട് 2 പ്രാവശ്യമൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് അവൾ ഇരുന്നോട്ട് പറയുക, ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, ഐ വിൽ ഫിയർ നോ ഈവിൽ. മുസ്ലിം ലേഡിയാ, ഇവിടുത്തെ ആഫ്രിക്കൻ ലേഡി ആണെങ്കിലും മുസ്ലിം അവൾ ഈ വാക്യം പറഞ്ഞിട്ട്, അപ്പം ഞാൻ അത് ശ്രദ്ധിക്കുന്നു. ഞാൻ എൻ്റെ പണി ബിസിയായിട്ട് ഓരോ റെക്കോർഡും പ്രോഗ്രസ് നോട്ടും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് അവൾ ഒന്നുകൂടെ വച്ചാൽ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് വീണ്ടും, ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, ഐ വിൽ ഫിയർ നോ ഈവിൽ. മറിയ ഐ ആം ടോക്കിംഗ് ടു യു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ദാറ്റ്സ് എ സാം ദാറ്റ് ഈസ് ഇൻ, വി ആർ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, വി ആർ ഇൻ, you guys are believing Jesus died and we believed our Old Testament, Abraham and Ismail എന്നെല്ലാം പറഞ്ഞ് അവള് കുറച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, you believe that word, is that right? Then you should be saying something. അപ്പൊ അവള് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, amen എന്ന് പറഞ്ഞു. അന്നേരം അവള് പറഞ്ഞു, amen, Jesus, amen. അവൾ അതിനെ ക്യാച്ച് ചെയ്തോണ്ട് അവൾ ഉടനെ പറഞ്ഞു, praise the Lord എന്ന് പറഞ്ഞിട്ട് അതെന്നെ പറഞ്ഞു, if you are a Christian, why are you afraid of God and we are better than you guys എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഐ എം നോട്ട് എഫ്രൈഡ്. എനിക്ക് റെസ്ട്രിക്ഷൻ ഉള്ളപ്പോൾ ഞാൻ ജോലി സ്ഥലത്തെ അവരുടെ പ്രോട്ടോകോൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. എൻ്റെ കമ്പനിയല്ല ഞാൻ കയറി ചെയ്യാനായിട്ട്. അതുകൊണ്ട് ദാറ്റ് ഓൺലി റീസൺ ഐ സെഡ് ഇറ്റ്. ഐ ഡോണ്ട്
അത് കഴിഞ്ഞ് പിന്നെ അത് മാനേജർ എന്താ പറഞ്ഞു, ടുമോറോ മറിയ കം ടു മൈ ഓഫീസ്, ഐ ഹാവ് ടു ടോക്ക് ടു യു എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ അവിടെ എൻ്റെ ഓൾ നൈറ്റ് ജോലി കഴിഞ്ഞ് രാവിലെ അവളുടെ ഓഫീസിലേക്ക് വിളിച്ച പ്രകാരം ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ അവളുടെ മുറിയിലോട്ട് ചെന്നപ്പോൾ എന്നോട് എൻ്റെ മാനേജർ പറഞ്ഞു, ഇങ്ങനെയാണ്, N95 വെക്കാൻ നിനക്ക് പറ്റുകയില്ല എങ്കിൽ ഈ യൂണിറ്റ് നിനക്ക് ഒരു കാരണത്താലും ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഇത് 2 നേഴ്സുമാരുടെ യൂണിറ്റ്. ഒരു കാർഡിയാക് അറസ്റ്റ് വന്നാൽ if he cannot put the N95, who is going to be a second nurse to help എന്ന് ചോദിച്ചു. അതുകൊണ്ട് നീ ICCയിലെ ഒരു നേഴ്സായിരുന്നല്ലോ, അവരുടെ മാനേജറിനൊക്കെ നിന്നെ ഇഷ്ടമാണല്ലോ, ഞാൻ അവരോടൊന്ന് ചോദിച്ചു നോക്കാം, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ 4 നേഴ്സുമാരുള്ള യൂണിറ്റാണ്, അപ്പം നിനക്ക് ഈ കൊറോണ വൈറസ് ഇല്ലാത്ത പേഷ്യനെ തരാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. അവർ എഗ്രി ചെയ്യുവാണെങ്കിൽ I will assign you for 30 days in ICCU ആൻഡ് SCU എന്ന് പറഞ്ഞ സ്പെഷ്യാലിറ്റി കെയർ യൂണിറ്റ്, മെഡിക്കൽ യൂണിറ്റ്, അവർ 3 യൂണിറ്റിന്റെ മാനേജർ അങ്ങോട്ട് ചോദിച്ചു നോക്കട്ടെന്ന് പറഞ്ഞു. I will ask them എന്ന് ഇവള് പറഞ്ഞെങ്കിലും ഞാൻ ഓർത്തോട്ടെ, ഇവള് പറഞ്ഞെങ്കിലും I will let you know എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവള് പറഞ്ഞു, ഇഫ് യു വാണ്ട് യു ക്യാൻ ഗോ ആൻഡ് ആസ്ക് ദം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാറെ വന്നിരുന്നിട്ട് വീണ്ടും ഈ വാക്യം തന്നെ വായിച്ചു, അഗോചരമായ കാര്യങ്ങളെ ദൈവം എന്നെ കേൾപ്പിക്കുന്ന ദൈവമേ, ഞാൻ ആ മാനേജർ ഒരിക്കലൊന്ന് പോയാലോ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു പോയി ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ആ മാനേജർ ICC മാനേജറിനോട് എന്ന് ചോദിച്ചു, എൻ്റെ യൂണിറ്റിൽ ഇങ്ങനെ 2 നേഴ്സേ ഉള്ളത് കൊണ്ട്. അപ്പം നോ ഐ കം ടു നോ യുവർ മെലീസ യുവർ മാനേജർ ഓൾറെഡി സ്പോക്ക് ടു മീ അബൌട്ട് ദാറ്റ്. വാട്സ്ആപ്പ് മറിയ, don't worry, I'm going to assign all your duty, just give to me, I'll put you on ICCU and അല്ലെങ്കിൽ SCU ഇങ്ങനെ മാറി ഈ പേഷ്യൻ്റ് ഇല്ലാത്ത 4 റൂം അസൈൻ ചെയ്തു തരാം, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അങ്ങനെ 30 ദിവസത്തേന് എനിക്ക് ഇവളെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക. എൻ്റെ മാനേജർ താഴെയാണെങ്കിലും പെറോള് താഴെയാണെങ്കിലും മണ്ടയ്ക്ക് എന്നെ ICC വിട്ടിരിക്കുക അവളുടെ കെയർ ഓഫിൽ. ഇങ്ങനെ ഈ 30 ദിവസം കണ്ടമാനം കൊറോണ വൈറസ് തന്നെ കൂടി വന്നപ്പോൾ എനിക്ക് അവർക്ക് ICCയിൽ ഒരു നിവൃത്തിയില്ല, എനിക്ക് 4 പേഷ്യന്റിന് കൊറോണ വൈറസ് ഇല്ലാത്ത റൂം തരാനായിട്ട്. പിന്നെ അത് മെഡിക്കൽ സർജിക്കലായിട്ട് അവിടെ കൂടി വന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആ 30 ദിവസത്തിന്റെ ഇതിനകം നീ എവിടെയെങ്കിലും ജോലിക്ക് നോക്കിക്കോളാൻ പറഞ്ഞു. ജോലി എനിക്ക് കിട്ടുന്നുണ്ട്. ദൈവമക്കളെ ഞാൻ പറയട്ടെ, നമ്മൾ വിളിക്കുന്ന ദൈവം എത്ര വലിയവനാ. ഇങ്ങനെ ഒരു വാക്യം നമുക്കുണ്ടല്ലോ, നമ്മൾ രഥങ്ങളിലല്ലോ കുതിരകളിലുമല്ലോ ആശ്രയിക്കുന്നത്, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നു എന്ന് കർത്താവേ, ഞാൻ ആ വാക്ക് വായിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. 30 ദിവസത്തിന് മുമ്പ് 2-3 ദിവസം മുമ്പ് ഈ എൻ്റെ മാനേജർ, താഴെയുള്ള മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മറിയ ടുഡേ ഈസ് നിന്നെ ഒരാഴ്ചക്ക് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, N95 വെക്കാമെന്ന് പറഞ്ഞോണ്ട് ഒരു ലെറ്റർ ഡോക്ടറിന്റെ കയ്യിൽ മേടിച്ചോണ്ട് പോവാ, ദെൻ യു ക്യാൻ വർക്ക് ഇൻ CDU, എൻ്റെ ഈ സെയിം യൂണിറ്റിൽ വർക്ക് ചെയ്യാൻ ഞാൻ അനുവദിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ജമ്മൻ ചെയ്ത പുള്ളി തരത്തില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ഇത് ജോലിയെ മാത്രം ഉള്ള കാര്യം, അതുകൊണ്ട് എനിക്ക് അയാൾ പറയുന്ന എമർജൻസി പോയത് കൊണ്ട് എനിക്ക് തരാൻ പറ്റത്തില്ല, നീ ഏതെങ്കിലും വേറെ ഡോക്ടർമാരോട് ചെന്ന് നിനക്ക് ഈ അസുഖം ഉള്ളതായിട്ട് ഒന്നും ഉണ്ടാതെ കൊണ്ട് വേണം കള്ള സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് പോവുക, ഐ കനോട്ട് ഡു ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദൈവമകളായതുകൊണ്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് ഒരു കാരണത്താലും നമുക്ക് ജോലിയില്ലെന്നേ ഉള്ളൂ, ഒരിക്കലും കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടുന്ന് ഞാൻ വിഷമിച്ച് ഞാൻ പിറ്റേ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും എൻ്റെ ജോലിയാണ്. ആ ജോലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഈ സ്ത്രീ എൻ്റെ 30 ഡേയ്സ് കഴിഞ്ഞ് ഞാൻ 2 ദിവസം കൂടെ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പുള്ള അവസാനത്തെ ദിവസം ജോലി ചെയ്യുമ്പോൾ ഈ മാനേജർ എന്നോട് മെഡിക്കൽ സർജിക്കലിൽ നിന്ന് അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മറിയ ബിഫോർ യു ഗോ യു ഹാവ് ടു കം ടു മൈ ഓഫീസ് എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ റൂമിൽ ചെന്നു. അവർ പറഞ്ഞു, ടുഡേ ഈസ് ലാസ്റ്റ് ഡേ. നോക്കിക്കാണാൻ May 12th എൻ്റെ ഫാസ്റ്റിങ് കഴിഞ്ഞ കൊല്ലം 2019 തീരുന്നത്. ഒരു മദേഴ്സ് ഡേയുമായിരുന്നു. ആ ദിവസങ്ങളിൽ ദൈവം എനിക്ക് മുന്നമേ തന്നിരിക്കുന്നതാ, വെട്ടുക്കിളികളെ ഇത് കൽപ്പിക്കുമോ, എൻ്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്താതെ ചെയ്താൽ എൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ ആൻസർ വരാമെന്ന് പറഞ്ഞത്. ഞാൻ അന്നേരം ഓർത്തത് ഈ കഴിഞ്ഞ കൊല്ലമാണല്ലോ എൻ്റെ ജോലി പോയി എന്ന് അവര് ടുഡേ ഈസ് യുവർ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാഡ്ജ് അവർ കയ്യിലോട്ട് മേടിച്ചു. എൻ്റെ ബാഡ്ജും മേടിച്ചു. ഇനി നിനക്ക് കമ്പ്യൂട്ടർ ആക്സസ് ഇല്ല, എൻ്റെ PTO ബാക്കിയുള്ളത് വി വിൽ ബി പേയിങ് യു ആൻഡ് ദിസ് വീക്ക് പേ ഓൾസോ വി വിൽ ബി പേയിങ് എന്ന് പറഞ്ഞു. ഞാൻ അന്ന് രാവിലെ ഞാൻ ഇവിടെ വീട്ടിൽ ഇരുന്ന് കൊറോണ വൈറസ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് കേൾക്കാനായിട്ട് അവരിലേക്ക് പോകാനായിട്ട് വീണ്ടും ഈ N95 ടെസ്റ്റ് ചെയ്താൽ ഈ ഡോക്ടർ പറഞ്ഞു ഞാൻ വീണ്ടും ഡോക്ടറിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഈ ബാഡ്ജ് മേടിച്ച് വെച്ചത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഡോക്ടറിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു എൻ്റെ ജോലി അത് അഫക്റ്റ് ചെയ്യുന്നു,
എനിക്ക് എങ്ങനെയാണ് ഒരു എനിക്ക് ചെയ്യാൻ അയാൾ പറഞ്ഞു എനിക്ക് ഒരു കണ്ടത് ഞങ്ങളുടെ ഇവിടെ N95 മാസ്ക് ഇല്ല. ഡു വൺ തിങ്, ആസ്ക് യു മാനേജർ ടു ടെസ്റ്റ് N95 മാസ്ക്. അത് പാസ്സായാൽ ഞാൻ നിനക്ക് സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇതും പറഞ്ഞിട്ട് കൂടി അവരുടെ ഇടയ്ക്ക് വന്നിട്ട് മാനേജർ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ടെസ്റ്റ് ചെയ്തിട്ട് അത് എനിക്ക് പാസ്സാകുവാണെങ്കിൽ പുള്ളി സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ദെൻ ഐ വിൽ സെൻഡ് യു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞു. എന്നെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന്റെ ഇടയ്ക്ക് വിട്ടു. അവരോട് ഇവൾ ഓൾറെഡി വാർണിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഒരു ക്രൂരമായ ഒരു മാനേജറാണ് തന്നെ, പക്ഷെ ഇവരോട് വാർണിംഗ്. അപ്പോൾ ആ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് വളരെ തറലി എന്നെ ചെക്ക് ചെയ്തിട്ട് എൻ്റെ ഓക്സിജൻ ലെവൽ താണു പോയി, 85% ഉള്ളൂ. എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം വന്നു. അത് ശരിയാ, 85 എന്നെ കാണിച്ചു. എനിക്ക് ബ്രീത്തിങ് കഫിങ്ങും പെട്ടെന്ന് വന്നു. അപ്പോൾ അതിൻ്റെ ആ മെഡിക്കേഷൻ അതിനകത്ത് സ്പ്രേ ചെയ്ത് എനിക്ക് അഫക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾ റിപ്പോർട്ട് എഴുതി, ഐ ഫെയിൽഡ് ഓൺ റെസ്പിറേറ്ററി N95 ഫിറ്റിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അവൾ എന്നെ തീർത്തും എന്നെ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഡോക്ടറിന് എനിക്ക് പറയാനും പറ്റത്തില്ല. ഡോക്ടർ പറഞ്ഞ ഒരിക്കലും സ്ഥലത്തുമില്ല. ഞാൻ ഈ ബാഡ്ജ് പിന്നെ എന്നോട് ഈ റെസ്പിറേറ്ററിന്റെ ചെക്ക് ചെയ്യാനായിട്ട് അവിടെ ചെന്നിട്ടുണ്ട്. ബാഡ്ജില്ല എങ്കിലും ചെക്ക് ചെയ്യാൻ ഈ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞതിന്റെ പേര് ചെന്നതായതുകൊണ്ട് പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടല്ലോ, ഇനി ഞാൻ ഡ്രൈവ് ചെയ്യണ്ട, അന്നെ ഡ്രൈവ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പോയി. ആ പാർക്കിംഗ് ലോട്ടിൽ ഞാൻ ചെന്ന് ഈ റെസ്പിറേറ്ററി ഫെയിലിംഗ് ആയിക്കഴിഞ്ഞ് ഇനിയും എനിക്ക് ജോലിയില്ല എന്നിങ്ങനെ പറയുകയും ഇപ്പൊ മനസ്സിലായി N95 വെക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ വീട്ടിലോട്ട് ഇറക്കിയപ്പം ശക്തമായി ഉരുണ്ട് കയറുന്ന ഒരു ശക്തി എന്റെ ഹൃദയത്തിൽ കൂടെ വന്നാൽ ഞാൻ ബാക്കി ഉരുവിടാൻ തുടങ്ങി. അഗോചരമായ കാര്യങ്ങളെ ദൈവം എന്നെ കേൾപ്പിക്കുന്ന ദൈവമേ, അനേക സാക്ഷ്യം എനിക്കുള്ളതാണ്. ചില ഗതകളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്ന ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നു. ഇങ്ങനൊരു വാക്യം എനിക്ക് ഞാൻ ഇങ്ങനെ യഹോവ വാക്കൊണ്ടല്ല കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘം ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്. ബാറ്റ് ദിസ് ബിലോങ് ടു ദ ലോർഡ്. ഞാൻ ആ വാതുക്ക നിൽക്കുന്നത് ഞാൻ അവിടെ പറക്കുമ്പോൾ എന്നെ കണ്ട് ഞാൻ ആ വാതുക്ക സ്റ്റെപ്പ് മുഴുവൻ കംപ്ലീറ്റ് ആ ഡോറിന്റെ വാതുക്കൽ ഇറങ്ങിയും തിരിഞ്ഞു നോക്കിയതോടെ ഞാൻ ഇവിടെ തീർച്ചയായിട്ടും തിരിച്ചു കയറും. ഇവളെന്റെ ബാഡ്ജ് എടുത്ത് വെച്ച് എല്ലാം എടുത്തു വെച്ചാൽ ഈ യൂണിറ്റിൽ തന്നെ എന്നെ ദൈവം വിളിച്ച് കേൾപ്പിക്കും. യഹോവ ബാറ്റിൽ ബിലോങ് ടു ദ ലോർഡ്. നമ്മൾ ആരോടും മത്സരിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും നമ്മളോട് മത്സരിച്ചാൽ ഇത്ര മാത്രം ചെയ്താൽ മതി. ദൈവകരത്തിൽ വിട്ടുകൊടുത്തത് പ്രാർത്ഥിച്ച യുദ്ധം യഹോവയ്ക്കുള്ള ഇന്ന് കണ്ട മിസ്രൈമിനെ നമ്മൾ കാണുകയില്ല. അത് സാക്ഷിവാചകമായിട്ട് അനുഭവത്തിൽ കൂടെ അറിയുവാൻ ചില വാക്കുകൾ വായിച്ചു വിടുന്നതിനേക്കാൾ കൂടുതലായിട്ട് അനുഭവത്തിൽ കൂടെ അത് മനസ്സിലാക്കാൻ പറ്റി. എന്നെ ദൈവം തിരിച്ചു വിളിക്കുന്നു. അത് കഴിഞ്ഞ് അത് പിന്നെ എൻ്റെ ജോലിക്ക് തൊട്ട് തലേദിവസം എനിക്ക് പക്ഷെ ജോലിയില്ലല്ലോ. ഇപ്പം വെള്ളിയാഴ്ച എനിക്ക് ജോലിക്ക് പോകണ്ട, ജോലിക്ക് എന്നെ വിളിക്കണം. വെള്ളിയാഴ്ച രാവിലെ ഇവൾ എന്നെ വിളിച്ചിട്ട് Maria, come over here in the workplace. Since you don't have a badge, the door will not be open. The security will come and open for you. കാര്യം എനിക്ക് ബാഡ്ജ് ഇല്ലാത്ത ഡോറുകളൊന്നും തുറക്കൂല. സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ടുണ്ട്, when you come there, you call me, I will send the security over there. ഞാൻ ആ വാതൊക്കെ പാർക്കിംഗ് ലോട്ടിൽ വന്നിട്ട് അവളെ വിളിച്ചു. സെക്യൂരിറ്റി വന്നു, എനിക്ക് കഥ തുറന്നു വന്നു. ഇവളുടെ ഓഫീസ് വരെ സെക്യൂരിറ്റി എന്നെ കൊണ്ടുപോയി. സെക്യൂരിറ്റിന്റെ റൂമിൽ ചെന്നിരുന്നപ്പോൾ ഇവള് പറയാ പുതിയതായിട്ട് പേപ്പർഹുഡ് വന്നിട്ടുണ്ട്, ഈ PPE മെഷീൻ വന്നിട്ടുണ്ട്. I'm just making it to go and wear that one. If you can handle it, that either in ഇപ്പോഴത്തെ ഇവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് either N95 or PPE ഏതെങ്കിലും ഒരെണ്ണം ധരിച്ചാൽ മതി എന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് വിയർ ആൻഡ് സീ. അപ്പൊ അതിന്റെ ഞാൻ എനിക്ക് പേപ്പർഹുഡിന്റെ ഇത് അവര് തലയിൽ വെക്കാനുള്ള തന്നു. അത് തന്നപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അവിടെ ഇരിക്കുക. Oh Maria, you will be back to my work and tonight you are working. Go ahead and sleep. Go ahead and sleep. Go and sleep and get rest and come by today. ഒരു ദിവസം പോലും എന്നെ ദൈവം ആബ്സെന്റ് ആക്കിയെടുത്ത് എന്നതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ദൈവം വാൾ കൊണ്ടല്ല കുന്തം കൊണ്ടല്ല രക്ഷിക്കുന്നു. എന്ന് എല്ലാ സംഘം എല്ലാം അറിയാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്. അവൻ നിങ്ങളെ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരും. ചാലാരകം തുചരകാതരകം. കർത്താവേ, എത്ര നല്ല ദൈവത്തെ. എന്നിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് ആ ഗേറ്റ് ഇങ്ങോട്ട് എന്റെ ജോലിക്ക് പറയാൻ മറന്നുപോയി. എന്റെ ആ ജോലിയുടെ ഡോറിന്റെ ഭാഗത്ത് നിന്ന് ഈ 2 വാക്യങ്ങൾ ക്ലെയിം ചെയ്തിട്ട് എന്റെ ഹൃദയത്തിൽ
എനിക്കിത് വലിയ 4 അടി എൻ്റെ ഹൃദയത്തിൽ കൂടെ പാട്ട് വന്നു. അതിൻ്റെ ആദ്യം തുടങ്ങുന്ന എന്നാണ് പോലും അറിയത്തില്ല. ഞാനിവിടെ വന്ന് റീച്ചാൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട് ഹൃദയത്തിൽ കൂടെ അങ്ങനെ വന്നു. ഞാൻ ഈ വാക്ക് പറമ്പിലോട്ട് ഞങ്ങൾ ഈ പോരുക. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. മാറാവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അവന്റെ ചിറകടിയിലാണ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. വിശ്വാസത്തിന് പതറിപ്പോയിട്ടുണ്ടെന്ന് നമ്മൾ തോറ്റും. ഹല്ലേലൂയ. ഈ വിശ്വാസം കണ്ടെത്തുവാൻ ദൈവത്തിന്റെ കൃപ 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 ഒരു യാക്കോബ ബാക്ക്ഗ്രൗണ്ട് കുടുംബത്തിൽ നിന്ന് വന്ന് എന്റെ ഫാമിലി മുഴുവൻ ഇന്നും യാക്കോബ ബാക്ക്ഗ്രൗണ്ട് കുടുംബത്തിന്റെ ദോഷം പറയുമല്ല, ഇന്നും പുണ്യാളച്ചന്മാരെ വർഗീസ് സഗട പുണ്യാളച്ചനും മദർ മേരി, പിന്നെ ഇപ്പൊ ഒരു പുതിയ ഒരാൾ തുടങ്ങിയിട്ടുണ്ട് അൽഫോൻസാമ, പരിമള തിരുമേനി, അതൊക്കെ പോയി നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് 8ാം ക്ലാസ്സിൽ എൻ്റെ അമ്മയ്ക്കൊരു വരിവ് വന്നപ്പോൾ എൻ്റെ 2 സഹോദരന്മാരും നേഴ്സിങ്ങിന് പോയിരിക്കുകയോ വീട്ടിൽ ആരുമില്ല. എൻ്റെ വല്യമ്മച്ചി പ്രായമുള്ള വല്യമ്മച്ചിയുണ്ട്, അപ്പച്ചനും എൻ്റെ ഫാദറും കടയിൽ അന്ന് ഈ ഏതാണ്ട് ആറാട്ടം അങ്ങോട്ട് പറയുന്ന സമയത്ത് നല്ല ബിസിനസ് കിട്ടുന്ന ഒരു സമയമാണ്. ഞങ്ങളൊരു ഫാക്ടറി ആയിരുന്നു. അപ്പം അന്ന് രാത്രി അവർ വെളുപ്പിനെ വരുവുള്ളൂ. എൻ്റെ അമ്മ വരിവ് ഒട്ടും ശ്വാസം വലിച്ചു മേലാതെ വന്നിട്ട് പിന്നെ അവസാനം വന്നങ്ങ് കിടന്നു. ഒട്ടും ശ്വാസം വലിക്കുന്നതായിട്ടൊട്ട് കാണുന്നില്ല. അപ്പം ഞാനും കൊച്ചായതുകൊണ്ട് എനിക്കറിയാൻ മേല. ഞാൻ അമ്മച്ചിയുടെ സാരി ഇങ്ങനെ പൊക്കിയിട്ട് വയറെ നോക്കി, വയറും ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും വരുന്നുണ്ടോ, ജീവനുണ്ടോ എന്ന് നോക്കി. ഇപ്പൊ അതൊക്കെ ചലിക്കുന്ന കാണാം. പക്ഷെ ഒന്നും അമ്മച്ചി എന്ന് വിളിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. എനിക്ക് ദൈവം ഒരു വലിയ പ്രകാശം തന്നതുപോലെ ദൈവമേ നിങ്ങൾ വിശ്വസിക്കത്തില്ല. എനിക്ക് അന്ന് ഒന്നും അറിയാൻ മേലാത്ത മണ്ടയ്ക്ക് ദൈവം ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയാം. അല്ലാതെ യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെയൊക്കെ ഉള്ള ഒന്നും അറിയത്തില്ല. എന്നാ കർത്താവ് ഉണ്ടെന്ന് എനിക്കറിയാം. ദൈവമേ നമ്മൾ രാത്രിയിൽ അഗ്നി തൂണും മേഘസ്തംഭവും ദൈവം തരുന്ന പോലെ ചന്ദ്രന്റെ വെളിച്ചത്തിൽ ഞാൻ ആ തൊണ്ടിക്കൂടെ പെട്ടെന്ന് ഞങ്ങളുടെ കുഴിയ കൊച്ചു വഴികൾ അതിൽ കൂടെ ഓട്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഒരു വീട്ടിൽ ഞങ്ങളുടെ തൊട്ടടുത്തൊരു പണിക്കാരുണ്ട്, പുള്ളിയുടെ വീട്ടിൽ ഓടിച്ചെന്ന് നോക്ക് ചെയ്തത് ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ഓർമ്മയില്ല. പണ്ടെങ്കിലും അവിടെ ചെന്ന് പെട്ടെന്ന് കൊട്ടിയിട്ട് മുട്ടുമീൻ തുറക്കപ്പെടും. സൺഡേ സ്കൂൾ ടീച്ചർ പറഞ്ഞ ഓർമ്മമാണ്. മുട്ടുമീൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞു. പക്ഷെ അവർ ഗേറ്റ് തുറന്നിട്ടാണ് അവരെപ്പോഴും കൂട്ടിയിടുന്നതെന്ന് അവരെന്നോട് പറഞ്ഞു. പക്ഷെ അവരറിയാതെ പോകുന്നത്. എനിവേ അവരുടെ ഗേറ്റ് തുറന്നു. അവരുടെ കാലക്കാലത്ത് ഞാൻ എൻ്റെ കാല് കൊണ്ടും കൈ കൊണ്ടും എല്ലാം ഇടിച്ച്. അപ്പൊ അവിടുത്തെ പപ്പായും മമ്മിയും ഞങ്ങളങ്ങനെയാണ് വിളിക്കുന്നത്. പപ്പ പെട്ടെന്ന് ഇറങ്ങി വന്ന് പുള്ളി എന്നാ ചെയ്ത് കണ്ടഞ്ഞിറയില് അടുത്ത വീട്ടിലെ കൊച്ചല്ലേ എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞോ ചോദിക്കാനൊന്നും നേരെ നിങ്ങളുടെ കാറ് ഞങ്ങൾ കൂടി കൊണ്ടുപോകാൻ. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ശ്വാസം ഒട്ടും വലിക്കാൻ മേലാതെ കിടന്നു. പക്ഷെ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന ഈ കാറ് വരത്തില്ല. ഞാൻ പറഞ്ഞു ഇവരുടെ പറമ്പിന്റെ അകത്തൂടെ പറമ്പിൽ കൂടെ ഓടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അവരുടെ ഗേറ്റ് തുറച്ചു തരാം. എന്നിട്ട് അപ്പൊ പറമ്പിൽ കൂടെ ഓടിച്ച് ഞങ്ങളുടെ പറമ്പിനകത്തോട് കയറി അമ്മച്ചെ കൊണ്ടു. അപ്പൊ ഞാൻ ഇപ്പുറത്തൂടെ ഓടി. ഇവര് പറഞ്ഞു ഇത് എന്റെ കൊച്ചെ ഞാൻ വരാൻ പേടിക്കാതെ ഇപ്പം തന്നെ വന്നേക്കാന്ന് പറഞ്ഞ് ഞാൻ പോകുന്ന വഴിക്ക് അയലക്കംകാരൻ ഞങ്ങളുടെ നായന്മാർ അവരെ വിളിച്ച് 3 ആൺപിള്ളേരുണ്ട് അവിടെ. അച്ഛനെയും വിളിച്ച് പറഞ്ഞു അച്ഛൻ ഞങ്ങൾ വിളിക്കുന്നു. അച്ഛനെയും അടുത്ത പിള്ളേരെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു ഓടി അമ്മയ്ക്ക് പൊക്കിക്കൊണ്ട് കാറെ കൊണ്ടുപോകാൻ ഓടി വരാൻ പറഞ്ഞു. ഒറ്റ വിളിച്ച് അവരുടെയും വീട്ടിൽ ചെന്ന് അച്ഛൻ വെച്ചു. അവരും ഓടി വന്നു. അന്ന് ഞാൻ കണ്ടതായി ദൈവത്തെ. പിന്നെ എൻ്റെ എൻ്റെ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ വല്യപ്പച്ചനുണ്ട്. എന്നാ പറഞ്ഞാലും അതുപോലെ അനുസരിക്കുക എൻ്റെ അപ്പച്ചൻ പറഞ്ഞ. പക്ഷെ ഒറ്റ കാര്യം മാത്രം അനുസരിക്കത്തില്ലാതെ വന്നു. പരിമള തിരുമേനിയുടെ ഒഴുകി പോയി നോയമ്പെടുക്കാനും അവരുടെ തിരുമേനിയുടെ ഒഴുകി പോയി പ്രാർത്ഥിക്കാനും മന്ത്രകാട്ട പള്ളിയിലെ വെള്ളത്തിൽ പോയി വെള്ളം കുടിച്ചിട്ട് പിന്നെ അവിടെ നിൽക്കുവാനും എനിക്കെന്തോ അതൊരു ഇത് ഞാൻ അപ്പച്ച സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ വെള്ളം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ മാതാവിന് ഈ പരിമള തിരുമേനി മരിച്ചു കിടക്കുന്ന കവറല്ലേ. അങ്ങനെ ഒരു ബോധം എനിക്ക് ചെറുപ്പത്തിൽ ദൈവം അങ്ങനെ എത്താൻ തന്നത്. ദൈവമക്കളെ നമ്മളെ ദൈവം തിരഞ്ഞെടുക്കുന്ന ദൈവം. അതുകൊണ്ട് ഞാൻ ആ പാട്ട് പാടാൻ കാര്യമായത് ഒരു യോഗ്യതയും പറയാനില്ല. കൃപ ഒന്ന് മാത്രമാണ്. യേശുവിന്റെ കൃപ 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 ഒന്ന് മാത്രമാണ്. ഞാനത് പറയുന്നതിൽ വളരെ ദുഃഖഭാരത്തോടെ പറയുന്നത്. അനുഭവമുള്ളവർക്ക് അത് പറയുവാൻ ഞാൻ വളരെ കേൾക്കുന്നവർക്ക് അതൊരു നിസ്സാരമായിട്ട് തോന്നിയാലും ഞാൻ ദൈവമക്കളെ ഞാൻ എങ്ങനെ എന്നെ പിടിച്ചു നിർത്തുന്നത് എനിക്കിപ്പോൾ അറിയാൻ പറ്റില്ലെങ്കിലും അതിപ്പോഴും ഒരു കറണ്ടായിട്ട് എനിക്ക് തോന്നുന്നു. ദൈവം എന്നെ കാണുവാൻ, ഒരു പൊട്ടിയായി എന്നെ കാണുവാൻ. എൻ്റെ മറ്റു സഹോദരന്മാരൊക്കെ നല്ല മിടുക്കന്മാരാ. അവരെല്ലാം മണ്ടിയായി എന്നെ ദൈവം തിരഞ്ഞെടുത്തല്ലോ എന്ന് ഓർക്കുമ്പോൾ നന്ദി പാടാതിരിക്കുമോ? കൈകൊട്ടി പാടാൻ ഇന്ന് കാരണമുണ്ടല്ലേ. കൂരവഹം തജാലം
കേട്ടിട്ടാലും ദൈവമേ ഒരു ആശ്വാസമായി തീരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പെട്ടെന്ന് സമയമുണ്ടോ എന്നറിയത്തില്ല. ഇനി ഒരു സാക്ഷിയുടെ പെട്ടെന്ന് പറയട്ടെ. കഴിഞ്ഞ ഫ്രൈഡേ പാസ്റ്റർ എന്നെ ഇങ്ങനെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴും അതിന് മുമ്പ് ഞാൻ എൻ്റെ മകൻ്റെ ഒരു റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാസ്റ്ററിനോട് 25 വയസ്സിലേക്ക് കയറുന്ന ഒരു വിവാഹത്തിനൊരു ഇണയെ ഞങ്ങൾക്ക് അധികം ഇവിടെ മലയാളികളൊന്നും ഇല്ല. അതുകൊണ്ട് പാസ്റ്ററോട് ചോദിച്ചാൽ അവിടെയൊക്കെ ആരെങ്കിലും പെൺപിള്ളേരോ വല്ലതും ഉണ്ട്, മിനിസ്ട്രിയിലേക്ക് താല്പര്യമുള്ളൊരു കൊച്ചിനെ ഞാനും പാസ്റ്ററിന് പരിചയം ഉണ്ടെങ്കിലും ഒന്ന് പറയണം. നേരത്തെ ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പം പാസ്റ്റർ അന്ന് രാവിലെ ഒരു ഇമെയിലില്ല ടെക്സ്റ്റ് മെസ്സേജ് വിട്ടു. ഇതായിരുന്നു ആ വാക്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പാസ്റ്റർ രാവിലെ കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് വിട്ടത്. ലൂക്ക് 5. എപ്പോഴും ഞാൻ ഓർക്കുന്നത് ഈ ദൈവത്തിന്റെ ഓരോ വാക്കുകൾ ഓരോ സമയത്തും ഓരോരുത്തർ തരുന്നത് ചിലപ്പോൾ നല്ല മിക്കപ്പോഴും എൻ്റെ അനുഭവത്തിൽ അത് എപ്പോഴും ഈ വാക്യം ആരെങ്കിലും ഒന്ന് തന്ന് പിടിച്ചെടുത്താൽ അത് എപ്പോഴും അനുഗ്രഹമായിട്ടേ വരുള്ളൂ. പാസ്റ്റർ എനിക്ക് വിട്ട കാര്യം ഇതാണ്. ലൂക്ക് 5:4-6. Jesus said to Simon, launch out into the deep and let down your net for a catch. But Simon answered and said to him, Master, we have toiled all night and caught nothing. Nevertheless, at your word, I will let down the net. And when they had done this, they caught a great number of fish. അത് NKJV എന്നാണ് നമ്മുടെ ഈ സെയിം പാസ്റ്ററിന്റെ കാര്യം ഞാൻ പറയുന്നത്. ജോസഫ് പാസ്റ്ററിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. ഇത് കണ്ടത് 1 മണിക്ക് വെള്ളിയാഴ്ച 1:02 ഇത് വിടുന്നത്. ഉടനെ ഞാൻ പാസ്റ്ററിനെ തിരിച്ചു വിളിച്ചപ്പോൾ ഇങ്ങനെ ചോദിച്ചു. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ പിന്നെ ഈ ട്യൂസ്ഡേ ജോലിക്ക് പോയപ്പോൾ എനിക്കൊരു സിക്കിൾ സെൽ ക്രൈസിസിന്റെ ഒരു പേഷ്യന്റിനെ എനിക്ക് കിട്ടിയതല്ല, ശരിക്കും പറഞ്ഞാൽ വേറൊരു നേഴ്സിന് കിട്ടിയതായിരുന്നു. ഞങ്ങൾ 3 നേഴ്സുമാരുണ്ട്. ഒരു നേഴ്സ് ഓൾറെഡി റെഫ്യൂസ് ചെയ്ത് എസ്റ്റർഡേ ഐ ഹാഡ് ദാറ്റ് പേഷ്യന്റ്, ഐ ഡോണ്ട് വാണ്ട് നോ മോർ എന്ന് അവളൊന്ന് വാശി പിടിച്ചപ്പോൾ അവർക്ക് റൈറ്റ് ഉണ്ട് കൊടുക്കാതിരിക്കാൻ. അവൾ ഇന്നലെ ചെയ്തോണ്ട് മറ്റേ നേഴ്സ് പറഞ്ഞു എനിക്ക് തരാഞ്ഞതിന് കാര്യമുണ്ട്, എനിക്ക് 2 സീരിയസ് പേഷ്യന്റിനെ തന്നിരിക്കുന്നു. അപ്പൊ ഈ 3ാമത്തെ നേഴ്സ് പിന്നെ കൊടുക്കാൻ നിവൃത്തിയുള്ളൂ. അവർക്ക് കൊടുത്ത ആൾ പറഞ്ഞു, നോ വേ, ഐ ആം നോട്ട് ഗോയിങ് ടു ടേക്ക്. ഇഫ് യു ആർ ഗിവിംഗ് മീ ദാറ്റ് അസൈൻമെന്റ്, ഐ ഓൾറെഡി ഹാവ് എ പോസ്റ്റ്മോർട്ടം പോസ്റ്റ് സർജറി പേഷ്യന്റ്, സോ ഐ വിൽ ഗോ ഹോം എന്നത്. ഇപ്പൊ ഞാൻ എന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് വെള്ളിയാഴ്ച ഈ വാക്യം കിട്ടി. ഞാൻ പെട്ടെന്ന് ഓടി, ഇവർ തമ്മിൽ ഇത് ഇങ്ങനെ ആർഗ്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓടിപ്പോയി ഞാൻ ബാത്റൂമിൽ, നമുക്ക് അവിടെ പോയി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. എനിക്ക് ഒരു വിശ്വാസമില്ല. അതിനും വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ സാധ്യതയില്ലാത്തത് ബാത്റൂമിനകത്തോട്ട് കയറിയിട്ട് ടോയ്ലറ്റ് ടിഷ്യൂ കുറച്ച് താഴോട്ട് വിരിച്ചിട്ടിട്ട് ഞാൻ അങ്ങ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഈ വാക്യം വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ ഓടി ഇവരോട് വന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഓൾ ഡിഫിക്കൽട്ട് പേഷ്യന്റ് ഗീറ്റ് മീ ഇൻക്ലൂഡിങ് ദ സിക്കിൾ സെൽ ക്രൈസിസ് പേഷ്യന്റ്. ഞാൻ അവിടെ പ്രാർത്ഥിച്ച്, ദൈവമേ ഇന്ന് ഈ മനുഷ്യനോട് എനിക്കൊന്ന് സാക്ഷ്യമല്ല ഒരു ദൈവത്തെക്കുറിച്ചൊന്ന് പറയുക. വളരെ അഡിക്റ്റഡ് ആയി സീക്കിംഗ് പേഷ്യന്റ്, ഡിലാഡഡ് മോർഫിൻ എവരി 2 hour 1 hour ബെനഡ്രിൽ ഇതെല്ലാം മേടിക്കുന്നത്. ഞാൻ ചെന്നപ്പോൾ ഇതൊന്നും ഭയങ്കര ഒരു പേഷ്യന്റ് അവിടെ ചെന്ന ഇത് എന്നോട് ആദ്യം കുറെ മെഡിസിനൊക്കെ മേടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഹൗ ആർ യു? ആർ 22 years, റൈറ്റ്? യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഇങ്ങനെ പറഞ്ഞ് വർത്താനം പറഞ്ഞു. ഈ നോ ജീസസ്. അത് വേറെ ഏതാണ്ട് അടിക്ക് മൂവിയും കണ്ടിട്ട് എവരി 2 hour അതെല്ലാം വെച്ച് തന്നെ മെഡിസിൻ മേടിച്ചോണ്ടിരിക്കുക. If you believe in Jesus Christ, you don't need to take this all medicine. Can you believe? Your job is the nurse job, is that right? You are not supposed to deny. I am not shouting you. Don't shout. I am just telling the truth. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഉള്ളിനകത്ത് പ്രാർത്ഥിച്ച് അഗോചരമായ കാര്യങ്ങളെ കർത്താവ് കേൾപ്പിക്കണം. ഈ മനുഷ്യനോട് പറയാനുണ്ടായത് ഓക്കെ, let's see whether I don't call you or call. ഈ മനുഷ്യൻ ശാന്തമായിട്ട് കിടന്നു പറഞ്ഞു. 6 മണിയായിട്ട് ഇയാൾ എന്നെ വിളിച്ചിട്ട് പറയാം, did you pray or did you do something on me? I just asked with anything. Oh, you God have some kind of power. What God you are calling? Did you say about the Jesus? അങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ ദൈവം എനിക്ക് എന്ന് ഞാൻ പറയാൻ ഞാൻ പെട്ടെന്ന് ഓർക്കാരി ഒരു സ്ഥലത്ത് വലിയ സമയമായതുകൊണ്ട് ഞാനത് പെട്ടെന്ന് ഇവിടെ കാശ് വന്ന് കതിരം വെച്ചപ്പോൾ അങ്ങനെ എനിക്കൊരു ഉപകാരം കിട്ടി എന്നും കൂടെ ഞാൻ പറയുകയായിരുന്നു. അതിനാൽ ഞാൻ ദൈവമക്കളെ എനിക്ക് സമയം അലാറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞ സമയത്തിനുള്ളിൽ ഇച്ചിരി കൂടി പോയെന്ന് തോന്നുന്നു, ക്ഷമിക്കണം. എന്നാലും ദൈവം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ വാക്യത്തിൽ നിന്ന് ചുരുക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിർത്തിക്കോളാം. ദൈവമക്കളെ, നമുക്ക് ഉണരാം,
കർത്താവിന്റെ വരവ് ഏറ്റവും നമ്മുടെ വാതുക്കൾ മുട്ടി വിളിക്കുന്നു. നല്ല മണവാട്ടിയായി ഉറങ്ങുവാൻ നമുക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി ഏത് സമയത്തും ഏത് നാഴികയും കർത്താവിന്റെ വരുന്ന നമ്മൾ അറിയുന്നില്ല. ഏത് സമയത്തും നമ്മൾ ഉണർന്നിരിക്കാനായിട്ട് മാത്യു 25:1-13 വരെ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഉണരാൻ പ്രാർത്ഥിക്കാം. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാസത്തെ നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിക്കുന്നവരുടെയിലും ഞങ്ങൾ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. അതുകൊണ്ട് നമുക്ക് ഉണർന്നിരിക്കാം. ജാഗ്രതയോടെ മണവാളൻ വരാൻ ഏറ്റവും വാതിൽക്കൽ നമ്മുടെ മുട്ടിക്കൊണ്ടിരിക്കുന്ന രക്തം ചെയ്യും. ഹല്ലേലൂയ. കർത്താവെ, ദൈവമക്കളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. ഈ ദിവസങ്ങളിൽ ദൈവ വചനത്തിന് ശക്തിയുള്ളതാണല്ലോ. വചനം കർത്താവെ ഞങ്ങൾ വാ കൊണ്ട് ഉരുവിട്ട് പ്രവചനാത്മാവിൽ ഇത് പറയുമ്പോൾ ഇത് സംഭവിക്കുന്നത് ഞങ്ങളുടെ മിടുക്ക് കൊണ്ടല്ല ദൈവമേ, അല്പമേ ശക്തിയുള്ളൂ. എങ്കിലും ദൈവത്തിന്റെ വചനം കാത്തിരിക്കുക. ദൈവം കർത്താവെ പറയുമ്പോൾ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ കർത്താവെ ശത്രുത്തിന് മേശയുടെ മേൽ കർത്താവെ ഒരു 4-3 പേരും ആ കർത്താവെ തീക്കാത്തൂടെ കടന്നപ്പോൾ കർത്താവിന്റെ സാന്നിധ്യമുള്ളതുപോലെ ഞങ്ങൾ കർത്താവെ കഷ്ടങ്ങളിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും കൂടെ പോകുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഭാഗ്യവാന്മാരല്ല, എങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാർ തന്നെയാണ്. അതിൽ കൂടെ മെയ്തെടുത്ത് നമ്മളെ പണിയിച്ച് വണ്ണാക്കി വെളിക്കൊണ്ടിരുന്ന ദൈവം സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നതിനാൽ കഷ്ടങ്ങളിലും സാരമില്ല എന്ന് വിധി പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ സന്മനസ്സുണ്ടെങ്കിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു മാറിപ്പോകയില്ല. പ്രാർത്ഥനയും ഉപവാസവും നമ്മുടെ വീടുകളിൽ കൂടാരങ്ങളിൽ ജാല പോലെ കത്തുന്ന തീയോടുകൂടെ കത്തുന്നത് വന്ന് കർത്താവ് 24 മണിക്കൂറിനകം കാത്തി നശിപ്പിക്കുന്ന ദൈവത്തിന്റെ ജാല യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടുകൂടെ ഞങ്ങളുടെ വീടുകളിൽ കർത്താവെ യാഗപീഠത്തിന്റെ തീ കത്തിക്കൊണ്ടിരിക്കട്ടെ. ഞങ്ങളുടെ വാതിലുകളൊക്കെ ശരിയായിട്ട് തീരട്ടെ. ഞങ്ങളുടെ ഡോറുകളൊക്കെ കർത്താവെ സാൽവേഷനും സാൽവേഷനായി തീരുമ്പോൾ ഇന്ന് ഞങ്ങൾ കേട്ട പ്രകാരം ആ ശിശു വായിച്ച പ്രകാരം ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം നീതിമാന്മാരുടെ ഭവനങ്ങളിൽ ഉത്ഭവിപ്പാൻ കർത്താവ് വിദ്യാക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സാക്ഷികളായി ഞങ്ങളെ നിൽക്കണമേ. ഞങ്ങളുടെ ടെസ്റ്റൊക്കെ ഒരു ടെസ്റ്റുമണിയായിട്ട് മാറുവാൻ ഇടയാക്കുകയും ഞങ്ങളെ ഒരിക്കലും വ്യക്തമാക്കി തീർക്കുന്ന ദൈവമല്ലാതെ വിക്ടറിയാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. Amen. Thank you very much for sharing that wonderful testimony. God will surely bless you. Amen. അത്രയും സാക്ഷ്യം പറഞ്ഞതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം ഏതെന്ന് അറിയാമോ? ഒന്ന് ഉപവാസം, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം തന്ന വചനം ദൈവത്തോളം വലിപ്പമാണ്. ദൈവം ഒരു വാക്ക് സംസാരിച്ചാൽ ആ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കാം. ആ വചനം നമ്മുടെ വായിൽ നിന്ന് എപ്പോഴും പറഞ്ഞു, അപ്പോഴാണ് വിടുതലുകൾ നടക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയാം. 12 വർഷക്കാലമായ രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയെ യേശുവിനെ പറ്റിയുള്ള അറിവ് ലഭിച്ചു. അറിവ് ലഭിച്ചപ്പം ഫെയ്ത്ത് വിതൗട്ട് വർക്ക് ഈസ് ഡെഡ്. ഫെയ്ത്ത് കൊണ്ട് വർക്കും വേണം. അപ്പം യേശുവിനെ പറ്റിയുള്ള വിവരം അറിഞ്ഞു. എന്നാൽ എൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന നടക്കത്തില്ല. ദൈവാത്മാവ് പറഞ്ഞു എന്താ അറിയാമോ? വിശ്വാസമാണ്, പ്രവൃത്തിയും വേണം. അതിനവൾ ഇറങ്ങിത്തിരിച്ചു. പരിചയം നോക്കുകയാണെങ്കിൽ രക്തസ്രാവം ഉണ്ടായ സൺക്ലൈൻ പീപ്പിൾ ത്രോ ഇറ്റ് സ്റ്റോൺ അറ്റ് ഹർ, കല്ലെടുത്തെറി. എന്നാൽ അവള് തീരുമാനമെടുത്തു, ഞാൻ വിശ്വാസത്താൽ യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങൽ എനിക്ക് തൊടണം. അതാണ് തീരുമാനം. അവിടെ മത്തായി മർക്കോസിന്റെ ചരിത്രം വായിക്കുന്ന അവൾ പറഞ്ഞുകൊണ്ടാണ് പോയത്. If I only touch his garment, I will be healed. If I only touch his garment, I will be healed. I don't know how many times she said that thing. അവളുടെ വായിൽ നിന്ന് സംശയ വിചാരങ്ങളൊന്നും വരാതെ അവളുടെ വായിൽ നിന്ന് എന്തോ പുറപ്പെടുന്നറിയാമോ? അവന്റെ വസ്ത്രത്തിന് തൊങ്ങലെ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അവന്റെ വസ്ത്രത്തിന് തൊങ്ങലെ എനിക്ക് സൗഖ്യം വരും. അവന്റെ വസ്ത്രത്തിന് തൊങ്ങലെ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അവന്റെ വസ്ത്രത്തിന് തൊങ്ങലെ തൊട്ടാൽ എനിക്ക് സൗഖ്യം. ഇത് പറഞ്ഞോളാണ് നടക്കുന്നത്. അപ്പം ഫെയ്ത്ത് വായിൽ പുറപ്പെട്ട് കഴിഞ്ഞാൽ വഴി അങ്ങ് തുറക്കുക. Faith is an unquestionable trust in God. When you have faith in God, you don't ask why Lord, when Lord, but Lord, if Lord. There is no but if. When God says something, just believe it. Abraham believed, credited to him as a righteousness in his account, without weakening in his faith. He gave thanks unto the Lord because he believed that God has the power to do what he has promised. വാക്ക് പറഞ്ഞ് ദൈവത്തിന് പ്രവർത്തിപ്പാൻ ശക്തി ഉണ്ടെന്ന് അബ്രഹാം വിശ്വസിച്ചു. സാറായി നോക്കിയാൽ നടക്കത്തില്ല, സ്വന്തം ശരീരത്തിൽ കൊണ്ട് നടക്കത്തില്ല.
അപ്പൊ ദൈവത്തെങ്കിലേക്ക് നോക്കിയപ്പോ ഉണ്ടല്ലോ അത് നടക്കും എന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ദൈവം പറഞ്ഞ വാക്ക് ദൈവത്തോളം വലുപ്പമാണ്. ആ ദൈവം പറഞ്ഞ വാക്ക് നമ്മുടെ വായിൽ പുറപ്പെടണം. വായിൽ പുറപ്പെടുമ്പോ ഉണ്ടല്ലോ അന്ധകാര ശക്തികൾ ഓടിമറയും. അതാണ് പറഞ്ഞ വാക്യം നോക്കിനെ. യെരമ്യാ 33:3 എന്താ വായിക്കുന്നത്? Call unto me, I will answer thee, I will show you great and mighty things you did not know. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമറിയേ, നീ അറിയാത്തതും അഗോചരമായ കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തരും. അത് യെരമ്യാവിന്റെ പുസ്തകത്തിൽ വാക്യമാണ്. നോക്കിക്കേ, ഈ വാക്യം നമുക്ക് ദാനിയേൽ പ്രവചനത്തിൽ നോക്കുകയാണെങ്കിൽ ദാനിയേൽ പ്രാർത്ഥിച്ചത് എന്തോ യെരമ്യാവിന്റെ പുസ്തകത്തിന്റെ 29 അധ്യായത്തിന് കിട്ടി ഒരു വചനം കിട്ടി. ഇസ്രായേലിയുടെ അടിമത്തം ബാബിലോണിൽ 70 സംവത്സരമേ ഉള്ളൂ എന്ന് യെരമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് അരുളപ്പാട് കിട്ടി. ആ 70 വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ആ ബേഡിന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നു. ഒരു മദറിന്റെ ഉള്ളിൽ ഡെലിവറി പെയിൻ വരുന്ന പോലെ ആ കുഞ്ഞ് പുറത്ത് വരാൻ ഡെലിവറി പെയിനിൽ കൂടെ പോകണം, എന്നാലേ കുഞ്ഞ് പുറത്ത് വരത്തുള്ളൂ. അപ്പൊ അത് ബേഡനായി. ആ ബേഡൻ വെച്ച് പ്രാർത്ഥിക്കുക. യെരമ്യാ ആരാ പ്രാർത്ഥിക്കും? ദാനിയേൽ പ്രാർത്ഥിക്കും. 21 ദിവസം ഉപവാസം. 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. എന്തോ ദാനിയേലെ പ്രാർത്ഥിക്കുന്ന? വീട്ടിലെന്തെങ്കിലും അസുഖമുണ്ടോ? ഒന്നും അസുഖമില്ല. എന്തെങ്കിലും വേറെ പേഴ്സണലായിട്ടുള്ള ഒന്നുമില്ല. ഞാൻ ഉപവസിക്കുന്നതിന്റെ വിഷയം ഇസ്രായേൽ മക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. യെരമ്യാവിന്റെ പുസ്തകത്തിൽ 70 വർഷം കണ്ടു. ആ 70 വർഷത്തിന് വേണ്ടി ഞാൻ ഐ എം പ്രഗ്നന്റ് വിത്ത് ദാറ്റ് വേർഡ്. ആ വാക്കിന് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുക. ഇൻ മൈ സ്പിരിച്വൽ വൂം അതാണ് പ്രഗ്നന്റ്. അതിന് ഡെലിവറി ടൈം അടുത്തു. അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. 21 ദിവസം ഉപവസിച്ചപ്പോൾ പിന്നെ നോക്കണേ, ആ 21 70 വേണ്ടി പ്രാർത്ഥിക്കുക. ഇസ്രായേൽ മക്കളെ മടങ്ങി ബാബിലോണിൽ നിന്ന് പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ പോയി. പിന്നെ ദാനിയേലിന് കൊടുത്ത് വേറൊരു 70 കേൾക്കണോ? അത് വെളിപ്പാട് പുസ്തകത്തിൽ 70 കൂടെ വെളിപ്പെടും. ഇതാണ് ദൈവത്തിന്റെ വചനം പറയും. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമറിയും, നീ അറിയാത്ത കാര്യം കൂടെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ദാനിയേലിന് ഒരു 70 വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു ഒരു 70 കൂടെ നിനക്ക് വെളിപ്പെടുത്തി തരാം. അതിന് 69ാമത്തെ ആഴ്ചവട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് നമുക്കറിയാവുന്ന ഭാവമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 70 കൂടെ അങ്ങ് ദൈവം വെളിപ്പെടുത്തി. ഇതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. ആരെങ്കിലും ദൈവത്തിന് മുട്ടുമടക്കിയാൽ ദൈവം പറഞ്ഞ നിനക്ക് അറിയാത്തതും അഗോചരമായ കാര്യങ്ങൾ ഐ വിൽ ഷോ യു ഗ്രേറ്റ് ആൻഡ് മൈറ്റി തിങ്സ് യു ഡിഡ് നോട്ട് നോ. അത്ഭുതമേറിയതും അറിയാത്തതും ഭയങ്കരമായ കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. അതുകൊണ്ട് കർത്താവിന്റെ അതുപോലെ പ്രാർത്ഥിച്ച ആ വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അഗോചരമായ കാര്യങ്ങൾ. കാരണം എക്സ്റേ എടുത്തപ്പം പോസിറ്റീവായി പിന്നെ അടുത്ത ദിവസം ഒന്ന് നെഗറ്റീവായി കാണണം. അത് അഗോചരമായ കാര്യമാണ്. അത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഭാരവും പ്രയാസത്തോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ജനത്തോടെ സംസാരിച്ച് ഇഫ് ഗോഡ് ക്യാൻ ഡു ഇറ്റ് ഫോർ ദാറ്റ് സിസ്റ്റർ മറിയ, ഹി ക്യാൻ ഡു ഇറ്റ് ഫോർ us. ആ സഹോദരിക്ക് അത് ചെയ്തെങ്കിൽ എനിക്കും അത് ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. ജോലിയില്ലാത്തവരോട് ഇങ്ങനെ തന്നെ പറയാം. ആ സിസ്റ്ററിന് ദൈവം അത് കൊടുത്തെങ്കിൽ എനിക്ക് തരാൻ വിശ്വസ്തനാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ തന്നെ കൺഫ്യൂസ് ചെയ്യണം. കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വായിന്ന് അത് തന്നെ പുറപ്പെട്ടുകൊണ്ടിരിക്കും. അല്ല പിന്നെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ആ രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ പോസിറ്റീവായിട്ട് പറഞ്ഞ് അവസാനം ചെന്ന് ഇത്രയും ക്രൗഡിനകത്ത് എങ്ങനെ ഈ സഹോദരി പോയി യേശു വസ്ത്രത്തെ തുടങ്ങി. അത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഫെയ്ത്ത് പറഞ്ഞുകൊണ്ട് പോയ വാതിലങ്ങ് തുറക്കുക. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ ചെന്ന് ഈ സഹോദരി തൊട്ടു. ഉടനെ കർത്താവ് ചോദിക്കും ആരെ എന്നെ തൊട്ടത്? എന്തോ പറഞ്ഞു ഞങ്ങളെല്ലാവരും തൊടുന്നുണ്ട്. തൊട്ടു, നിങ്ങളെല്ലാം തൊട്ടു. പക്ഷെ വിശ്വാസത്തോടെ ആരോണ്ട് ഒരാൾ തൊട്ടു, അവർക്ക് വിടുതൽ കിട്ടി. നമുക്ക് അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോട് യേശുവിന്റെ അടുക്കിലേക്ക് അങ്ങോട്ട് ചെല്ലാം. യേശുവിനെ തൊടണം. ഇന്ന് എന്റെ വിഷയത്തിന് വേണ്ടി യേശുവിനെ തൊടാൻ പോവാ. തൊട്ടാൽ പരിപൂർണ സമയത്ത് ആ ബാധ അവളെ വിട്ടു മാറിയല്ല. ആ സെക്കൻഡില്, നോട്ട് ഗ്രാജുവലി, ഇൻസ്റ്റന്റ്ലി, സഡൻലി, ഇൻസ്റ്റന്റ്ലി പ്രജലോട് ആ കംപ്ലീറ്റ് ഹീലിംഗ് നടക്കും. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ആ ദൈവം ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോറെവർ. ഇന്നലെ ഇന്നും എന്നേക്കും അനങ്ങില്ല. ഈ യേശുവിന്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നില്ല. ഇന്ന് രാത്രിയിൽ പ്രജലോട് അവനെ അറിയുവാൻ നമ്മൾ ഉത്സാഹിക്കുക. കർത്താവിനെ അറിയാൻ ഉത്സാഹിക്കുക. വചനത്തിൽ കൂടെ അവൻ നമുക്ക് വേണ്ടി വെളിപ്പെടും. നമ്മൾ മറിഞ്ഞിരിക്കുന്ന ദൈവമല്ല. പ്രഭാതം വരുന്ന പോലെ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടും. അത് നമ്മുടെ ദൈവം വളരെ ശക്തിമാൻ അത്ഭുതവാനായ ദൈവമാണ്.
കർത്താവിന്റെ അടുക്കലേക്ക് ആരെങ്കിലും ചെന്നാൽ ദൈവം അവരെ നിശ്ചയമായിട്ട് മാനിക്കും. നമ്മൾ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഭാരമായ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയം ഒന്നുകൂടെ എവിടെ വെക്കണം എന്നറിയാം? യാഗപീഠത്തിന്മേൽ. എവിടെ വെക്കണം? യാഗപീഠത്തിന്മേൽ. ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, നമ്മൾ മീറ്റൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എവിടെ വെക്കണം? ബെഡ്റൂമിൽ കൊണ്ട് വെക്കും. എവിടെ വെക്കണം? ബെഡ്റൂമിൽ കൊണ്ട് വെക്കും. ഇച്ചിരി ബിസി ആയിപ്പോയി. ലിവിംഗ് റൂമിൽ വെക്കുന്ന വഴിയാണെങ്കിൽ ലിവിംഗ് റൂമിൽ വെക്കത്തില്ല, ബെഡ്റൂമിലും വെക്കത്തില്ല. അവിടെ ലിവിംഗ് റൂമിൽ കൊണ്ട് വെക്കാം. 3 ദിവസം കഴിയും പിന്നെ അവിടെ പോയിരിക്കാൻ ഒക്കത്തില്ല. ഇതാണ് വിഷയം. മീറ്റ് വാങ്ങിച്ചുകൊണ്ടുവന്ന ഫ്രീസറിൽ വെച്ച് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി വറിയില്ല. എന്താ വറിയില്ലാത്ത സഹോദരൻ? മീറ്റ് വാങ്ങിച്ചല്ലോ, മീറ്റ് വാങ്ങിച്ച വെക്കേണ്ട സ്ഥലത്ത് കൊണ്ട് വെച്ചു, പിന്നെ വറിയയില്ല. നോ വറി, അബ്സല്യൂട്ട്ലി നോ വറി. ഐ പുട്ട് ഇൻ ദ റൈറ്റ് പ്ലേസ്. അതുപോലെ we need to keep ourselves in the kingdom of light in word, love, in prayer. Wicked one touch me not. നമ്മുടെ വിഷയങ്ങളെ വചനത്തിലും പ്രാർത്ഥനയിലും സ്നേഹത്തിന്റെ ആ ഫ്രീസറിനകത്തോട്ട് എടുത്ത് വെക്കണം. എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ തുറക്കരുത്. തുറന്നു എന്നൊന്നും നോക്കിക്കൊണ്ടിരിക്കരുത്. ദൈവത്തിനറിയാം എപ്പോഴും എടുത്ത് ബുക്ക് ചെയ്യണം. നമുക്കറിയാവുന്ന ചില മീറ്റൊക്കെ വാങ്ങിച്ച് 3-4 മാസം കഴിഞ്ഞിട്ട് പിന്നെ തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇത് ഇത്രയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോന്ന് അറിയും. എന്താ ഫ്രിഡ്ജറിലിരിക്കുക. ദൈവത്തിനറിയാം എപ്പോഴും എടുത്ത് ബുക്ക് ചെയ്യണം. ചിലപ്പോൾ നാളെ രാവിലെ എടുത്ത് ബുക്ക് ചെയ്യും. ഈ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ ദൈവങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് യാഗപീഠത്തിലെ തീ കെട്ടുപോകരുത്. അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കട്ടെ. ഉഷത്തോറും ആ പുരോഹിതൻ അതിനെ വിറക് അടുക്കി വെക്കുകയും വേണം. എതിനെന്നറിയാം? തീ വിറകിന്റെ പുറത്താണ് നിൽക്കുന്നത്. അതാണ് വിറകാണ് വചനം. ആ വചനം വെക്കണം. വചനം വെച്ച് വചനം പരിശുദ്ധാത്മാവിന്റെ തീ എവിടെ കത്തുന്നറിയാം? വചനത്തിന്മേലാണ് കത്തുന്നത്. അതിനാ ഉഷത്തോറും പുരോഹിതൻ അതിന്റെ മേൽ വിറക് അടുക്കി വെക്കണം. വിറക് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താ പറയാം? മേധസ്സുകളെ കഴിക്കും. മേധസ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ബേണിങ്. എന്തിനാ നമ്മൾ ജിമ്മിൽ പോകുന്നതെന്ന് അറിയാമോ? ഫാറ്റ് ബേണിങ്ങിനാ പോകുന്നത്. വേണ്ടാത്ത ഫാറ്റ് എല്ലാം പോകണം. അതിനാണ് ജിമ്മിൽ പോകുന്നത്. എക്സസൈസ് ചെയ്യുന്ന മുഴുവൻ ഫാറ്റ് ബേണിങ്ങിനാണ് അറിയുന്നത്. അതുപോലെ സ്പിരിച്വൽ ഫാറ്റ് ബേണിങ് ഈ യാഗപീഠത്തിന്മേൽ എടുത്ത് വെക്കുന്നു. വേണ്ടാത്ത എല്ലാ ഫാറ്റും, വേണ്ടാത്ത ആവുല ചിന്തകളും ഭാരങ്ങളും പ്രയാസങ്ങളെല്ലാം അങ്ങ് പോക്കോളും. ഫാറ്റ് ബേണിങ് നടക്കുന്ന എപ്പോഴാണെന്നറിയാം? യാഗപീഠത്തിന്മേൽ എടുത്തങ്ങ് വെച്ചാൽ മതി. കരിഞ്ഞു പൊക്കോളും. വേണ്ടാത്തൊക്കെ കരിഞ്ഞു പൊക്കോളും. ദൈവത്തിനില്ലാത്ത കരിഞ്ഞു മാറിക്കോളും. ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തോണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഏതെല്ലാം വിഷയമാണോ അവിടെ എവിടെയും കൊണ്ട് വെക്കരുത്. ഫ്രീസറിൽ വെച്ചോണം. അവിടെ ഇവിടെ ബെഡ്റൂമിലും ബെഡിന്റെ കീഴിലൊക്കെ കയറ്റി വെക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ കൊണ്ട് വെക്കരുത്. വെക്കേണ്ട സ്ഥലത്ത് കൊണ്ട് വെക്കണം. ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് ഏൽപ്പിക്കണം. വചനത്തിലും പ്രാർത്ഥനയിലും ആരാധനയിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ അവിടെ അത്ഭുതങ്ങൾ നടക്കും. കർത്താവിലേക്ക് തിരിയുമ്പോൾ നിങ്ങളുടെ മൂടുപടം നീങ്ങിപ്പോകും. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ദൈവരങ്ങളിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നിന്റെ ഭാരം ഓടുമേൽ വെച്ചുകൊണ്ട് അവൻ നിന്റെ തുടർത്തും. നീതിമാൻ കുലുങ്ങിപ്പോവാൻ ഒരു നാളും അവൻ സമ്മതിക്കത്തില്ല. ഒറ്റ നാളും സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, വീണ്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആ വചനം കർത്താവെ സാക്ഷി പറഞ്ഞ ആ ശിശുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ 3 പേരും നിന്റെ കരങ്ങളിലേക്ക് സഹായിക്കണമേ. ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഉറ്റുനിന്ന് വിഷയങ്ങളുടെ വിടുതൽ കാണുവാൻ നിദാസിയെ നീ സഹായിക്കണമേ. നിദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരെ കുടുംബമായി നീ അനുഗ്രഹിക്കണമേ. ദൈവം അവരെ കൂടെ എന്തെല്ലാം ആഗ്രഹിക്കുന്നോ അതെല്ലാം എൻ്റെ ഫുൾഫിൽമെന്റിലേക്ക് കടന്നു വരുവാൻ സഹായിക്കുന്നു. എല്ലാത്തിനും ഉപരിയായി ആ പ്രിയപ്പെട്ടവർ ഇപ്പോഴും സമുദായത്തിലാണല്ലോ. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ടല്ലോ. കർത്താവേ, സ്തോത്രം. അവരെ കണ്ണൊന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരാരും നരകത്തിൽ പോകരുതേ. നിത്യമായ നരകത്തിൽ പോകുന്ന കാണാൻ വയ്യ. കർത്താവേ, സ്തോത്രം. കർത്താവേ, ധനവാൻ വിളിച്ച് പറഞ്ഞ പോലെ എനിക്ക് 5 സഹോദരന്മാരുണ്ട്. ഒന്ന് എറണാകുളത്തും, ഒന്ന് കോട്ടയത്തും, ഒന്ന് ആലപ്പുഴയും ഉണ്ട്. 5 സഹോദരന്മാരുണ്ട്. ഒന്ന് ട്രിവാൻഡ്രത്തും ഉണ്ട്. ആ 5 സഹോദരന്മാർ ഇവിടെ വരരുത്. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം കർത്താവേ. അതിനുവേണ്ടി ചിലതൊക്കെ ചെയ്യുവാൻ തക്കോണ്ട് ആ സഹോദരിയുടെ ക്രിസ്ത്യന്റെ പ്രിയപ്പെട്ടവരെല്ലാവരുടെ കണ്ണൊന്ന് തുറക്കണമേ. ശൗലിനെ തൊട്ടപോലെ അവരെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ എഴുതി തള്ളുന്നില്ല ആരെയും. ഉറച്ച കുഞ്ഞു പോലും ഒരു കുഞ്ഞു പോലും നരകത്തിൽ പോകരുത്. അതിനുവേണ്ടി ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. പിന്നെ ആ സഹോദരൻ തൊടണമേ. ഇന്ന് രാവിലെ സമയത്തായല്ലോ കേരളത്തിലെ. അവരെയൊക്കെ ഒന്ന് തൊടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
എന്റെ നാം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓരോരുത്തരും ഒറ്റ കുഞ്ഞു പോലും നഷ്ടപ്പെടുവാൻ ഇടവരുന്നേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്മാറ്റത്തേക്ക് ഓരോരുത്തരും മടങ്ങി വരണമേ. കർത്താവിനെ കണ്ടുമുട്ടുവാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ജീവിതം പെട്ടെന്ന് അവസാനിക്കുമല്ലോ. കർത്താവിന് വേണ്ടി ചെയ്തു മാത്രമേ നിലനിൽക്കട്ടെ. വൺ ലൈഫ് ഇറ്റ് വിൽ ബി സൂൺ വിത്ത് us. What we have done for you, that's the only thing is going to last. Thank you, Lord. Once again, I commit everybody in your hands, Lord. Take care all. Especially I'm praying for everybody, those who are praying tonight, Lord. പ്രാർത്ഥിക്കാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തർക്കും ആവശ്യമായ ദൈവത്തിന്റെ കൃപ അങ്ങോട്ട് പകരണമേന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടോളമല്ല, അലയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആത്മാവിന്റെ പ്രവാഹത്തിലേക്ക് ഈ രാത്രിയിൽ എല്ലാവരെയും നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നീതിക്കളി അനുഭവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നുപോയ ആ രാത്രി പ്രാർത്ഥന ലീഡ് ചെയ്ത് മറിയാമ്മ വേണ്ടി പ്രാർത്ഥന ദാസിയോട് കൂടെ ഇരിക്കണമേ പ്രാർത്ഥന. അവന്റെ എല്ലാ വിഷയങ്ങളും മേൽ വിടുതൽ കൊടുക്കണമേ. ദാസി എവിടെ ആയിരിക്കും, എന്തെല്ലാം ദൈവം ആഗ്രഹിക്കുമോ അതെല്ലാം ചെയ്തു നിൽക്കുക. അതുപോലെ രാത്രി പ്രാർത്ഥിക്കാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പകല് പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. കർത്താവിന് വന്നു കുർബാന തൊക്കണം. നോഗയുടെ പുസ്തകത്തിൽ മൃഗങ്ങൾ കന്നു കയറിയ പോലെ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി അമേരിക്കയിൽ വെളിപ്പെടുന്നുണ്ട്. ദാവീദിനെ സഹായിക്കാൻ ദിനം പ്രതി ആൾക്കാർ കന്നുകൂടിയെന്ന് വായിക്കുന്നുണ്ട്. അവസാനം അവര് ദൈവത്തിന്റെ ഒരു സേനയായിട്ട് മാറിയെന്ന് വായിക്കുന്നുണ്ട്. ഒരു വലിയ സേനയായി മാറണമേ. കർത്താവിന് വരുന്ന ഒരുങ്ങുന്ന ഒരു വലിയ കൂട്ടമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവനാമം വിളിച്ച് പറഞ്ഞമേ. ദൈവരാജ്യം വരണമേ. ദൈവം നടക്കണമേ. ആമേൻ.